നമസ്കാരം, ഇഫക്ട് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം. ചായ കുടിച്ചതിന് ശേഷം നമ്മൾ പ്രോഗ്രാമിലേക്ക് കടക്കുകയാണ്. അധികം തിരക്ക് കൂട്ടാതെ എല്ലാവരും ചായ കുടിക്കുക. 50 പേര് എത്തിയിട്ടുണ്ട്. വ്യക്തിപരമായ കാരണങ്ങൾ, രോഗങ്ങൾ മൂലം 3-4 പേര് നമ്മളെടുത്ത് ആബ്സെന്റ് പറഞ്ഞിട്ടുണ്ട്. നമ്മളുടെ പ്രോഗ്രാമിന്റെ ഉദ്ഘാടകൻ കർഷക കോൺഗ്രസിന്റെ ചുമതലയുള്ള KPCCയുടെ വൈസ് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട BJ പൗലോസ് സാർ ആയിരുന്നു നമ്മൾ ഉദ്ഘാടനത്തിനായി ക്ഷണിച്ചിരുന്നത്. അദ്ദേഹം പനി പിടിച്ചതുകൊണ്ട് നമ്മുടെ ഉദ്ഘാടന ചെയ്യുന്നതിന് വേണ്ടി, ഈ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി എത്തിച്ചേരാൻ പറ്റുകയില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. ബഹുമാനായ DCCയുടെ അധ്യക്ഷൻ ഓമോ ഷിയാസ് ഏതാനും അരമണിക്കൂറുകൾക്ക് കൂടെ എത്തും. അപ്പോൾ BJ പൗലോസിന് പകരം ബഹുമാനായ DCC പ്രസിഡന്റ് ഈ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യും. അതിനുശേഷം ഉദ്ഘാടന സെക്ഷന് മുമ്പ് തന്നെ നമ്മൾക്ക് വേണ്ടി ആദ്യത്തെ സെഷൻ എടുക്കാനുള്ള രാജു P. നായർ, കോൺഗ്രസിന്റെ മീഡിയ സെല്ല് കൈകാര്യം ചെയ്യുന്ന ചർച്ചകളിൽ കോൺഗ്രസിന്റെ മുഖമായിട്ടുള്ള രാജു P. നായരാണ് സംഘടനാ ചുമതലകളെ പറ്റി, അച്ചടക്കമുള്ള ഒരു സംഘടന എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണമെന്നതിനെ പറ്റി നിങ്ങൾക്കടുത്ത് സംവദിക്കാൻ വേണ്ടി എത്തുന്നത്. അദ്ദേഹം ഏതാനും നിമിഷങ്ങൾക്കകം എത്തും. അപ്പൊ നമ്മുടെ ഈ ഉദ്ഘാടന സെക്ഷൻ ആരംഭിക്കുകയാണ്. നമ്മൾ പ്രാർത്ഥനയോടുകൂടി ആരംഭിക്കും. അതിനുശേഷം വന്ദേമാതരത്തോടുകൂടി ആരംഭിച്ച് അന്തരിച്ച ലാൽ വർഗീസ് കൽപ്പവാടിക്കും മൻമോഹൻ സിംഗിനും 1 മിനിറ്റ് മൗന പ്രാർത്ഥനയ്ക്ക് ശേഷം നമ്മുടെ സ്വാഗത പ്രസംഗം ബഹുമാനായ ജില്ലയുടെ പ്രസിഡന്റ് ഈ ചടങ്ങിന്റെ സ്വാഗതം ആശംസിക്കും. ഈ സെഷൻ ഇങ്ങനെയാണ് തുടങ്ങുന്നത്. വന്ദേമാതരം. കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് KJ ജോസഫ് റെഡ്ഡിനെ ക്ഷണിച്ചു. ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിന്റെയും 17 വർഷക്കാലം കർഷക കോൺഗ്രസ് പ്രസ്ഥാനത്തെ കേരളത്തിൽ നയിച്ച നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ലാൽ വർഗീസ് കൽപ്പവാടിയുടെയും ഓർമ്മകൾക്ക് മുന്നിൽ ഒരു നിമിഷം നമുക്ക് മൗനമാചരിക്കാം. ആശംസിക്കുന്നതിന് വേണ്ടി എറണാകുളം ജില്ലാ പ്രസിഡന്റ് ശ്രീ KJ ജോസഫിനെ ക്ഷണിച്ചു. കർഷക കോൺഗ്രസ് നിയുക്ത സംസ്ഥാന പ്രസിഡന്റ്, അഖിലേന്ത്യാ കോർഡിനേറ്ററുമായ ശ്രീ മജൂഷ് മാത്യൂസ്, കോർഡിനേറ്റർമാരായ ശ്രീ K. ആസീസ്, ശ്രീ പോൾസൺ പോൾ, ശ്രീമതി മിനി, പ്രിയപ്പെട്ട ജില്ലാ പ്രസിഡന്റുമാർ, ജില്ലാ ജനറൽ സെക്രട്ടറിമാർ, ജില്ലാ ട്രഷറർമാർ അടക്കം പ്രിയപ്പെട്ട സഹപ്രവർത്തകന്മാരെ, സുഹൃത്തുക്കൾ, കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിക്ക് വിഷൻ 25 അതിന്റെ ഭാഗമായിട്ടുള്ള പ്രവർത്തനം കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനം നടത്തിക്കൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് നമ്മുടെ പ്രിയപ്പെട്ട സംസ്ഥാന പ്രസിഡന്റ് ചാർജ് എടുത്തതിനു ശേഷം കേരളത്തിലെ കർഷക കോൺഗ്രസിന് വെള്ളത്തിൽ ജീവിക്കുന്ന മനുഷ്യങ്ങളെ പോലെ കർഷകരുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ അധികാരി വർഗത്തിന്റെ കർണപടങ്ങളിൽ സമരശക്തിയായി നിന്ന് അവയ്ക്ക് പരിഹാരമുണ്ടാക്കുവാൻ ലക്ഷ്യങ്ങളിലേക്ക് പ്രയാണം കർഷക കോൺഗ്രസ് നടത്തണമെന്ന് കർഷക കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് അടക്കമുള്ള പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ചാണ് ഇത്തരത്തിലുള്ള ക്യാമ്പ് സംഘടിപ്പിച്ചത്. നമുക്ക് നമ്മുടെ പ്രസ്ഥാനത്തിന് കഴിഞ്ഞ കാലഘട്ടങ്ങളിലുള്ള നമുക്കറിയാം ആശയപരമായി ആയുധമണിയിക്കുക എന്നുള്ള ഒരു പ്രക്രിയ നമ്മുടെ പ്രസ്ഥാനത്തിൽ നിന്ന് അകത്ത് നടന്നുകൊണ്ടിരുന്നു. കാരണം വർഷകാലങ്ങളിൽ സംസ്ഥാന ക്യാമ്പുകൾ, ജില്ലാ ക്യാമ്പുകൾ, നിയോജകമണ്ഡല ക്യാമ്പുകൾ, മണ്ഡലം ക്യാമ്പുകൾ
കാരണം കാലികമായി പ്രശ്നങ്ങളെ പഠിക്കുവാനും അത് ജനമധ്യത്തിൽ അവതരിപ്പിക്കുവാനും അതുവഴി ജനകീയ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നിരന്തരമായ പോരാട്ടത്തിൽ ഏർപ്പെടുത്തുന്നതിന് വേണ്ടി കോൺഗ്രസ് പ്രവർത്തകന്മാരെ ആയുധമണിയിക്കുന്ന നടപടികൾക്ക് ഇന്ന് പലപ്പോഴും ഉദ്ദേശിക്കുന്നതിൽ വേഗതയില്ല. പക്ഷെ സംസ്ഥാനത്തെ കോൺഗ്രസ് കമ്മിറ്റി വിഷൻ 25 ആരംഭിച്ച ശേഷം അതിന്റെ പ്രവർത്തനങ്ങൾ അടങ്ങി നിത്യമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ തുടർച്ചയായാണ് നമ്മുടെ സംസ്ഥാന പ്രസിഡന്റും അതിലെ നേതാക്കന്മാരുമായി ആലോചിച്ചുകൊണ്ട് കേരളത്തിലെ കർഷക കോൺഗ്രസിനെ ചലിക്കുന്ന കാർഷിക പ്രശ്നങ്ങളിൽ ഇടപെടുന്ന അവരുടെ വികാരങ്ങൾ കൊണ്ടുകൊണ്ട് അവർക്ക് അവസരത്തിന് തീർന്ന് പ്രവർത്തിക്കുവാൻ പര്യാപ്തമായി സംഘടനാ പ്രവർത്തകന്മാരെ അവബോധം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള ക്യാമ്പാണ് നടക്കുവാൻ പോകുന്നത്. നമ്മുടെ നേതാക്കന്മാർ നമുക്കറിയാം, എല്ലാവരും ജനങ്ങളുമായി ബന്ധപ്പെട്ട് പുറത്ത് നടക്കുന്ന, പക്ഷെ പലപ്പോഴും അച്ചടക്കം നമ്മളെല്ലാം മാതൃപ്രസ്ഥാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആളുകളാണ്. കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം നമ്മുടെ കേരളത്തിലെ കോൺഗ്രസിനെ, കേരളത്തിലെ ചെറുപ്പക്കാരുടെ വിദ്യാർത്ഥികളുടെ ഒരു മുന്നേറ്റം ഉണ്ടായിരുന്നു. കാരണം റിക്രൂട്ടിംഗ് ഏജൻസി ആയിരുന്നു ചെറുപ്പക്കാരുടെയും വിദ്യാർത്ഥികളുടെയുമെല്ലാം കോൺഗ്രസിലേക്കുള്ള റിക്രൂട്ടിംഗ് ഏജൻസിയിലായിരുന്നു. ഇന്ന് കേരളത്തിലെ സ്ഥിതി എന്താ? കേരളത്തിലെ ചെറുപ്പക്കാർ തൊഴിലന്വേഷിച്ച് യൂറോപ്യൻ രാഷ്ട്രങ്ങളിലും അതുപോലെ ഗൾഫ് രാഷ്ട്രങ്ങളിലെല്ലാം തൊഴിലിനു വേണ്ടി വേഗാമ്പലിനെ പോലെ ചേക്കേറുന്ന കാലഘട്ടത്തിൽ നമ്മൾ പ്രസ്ഥാനത്തിലേക്ക് പുതിയ തലമുറകൾ കടന്നു വരാത്ത സാഹചര്യത്തിൽ പ്രസ്ഥാനത്തെ രക്ഷപ്പെടുത്തുവാൻ ഒരു തർക്കവും വേണ്ട. കേരളത്തിലെ കർഷകരെ പ്രസ്ഥാനത്തിൽ അണിനിരത്തിക്കൊണ്ട് പ്രസ്ഥാനത്തിന് ശക്തി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് സംഘടിപ്പിക്കുന്നത്. ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. അതായത് കേരളത്തിലെ ഒരു കർഷകന് പ്രശ്നമുണ്ടായാൽ അവിടെ ഒരു സ്വിച്ചിട്ടാൽ വൈദ്യുതി പ്രവാഹം എങ്ങനെ വരുന്നു, അതുപോലെ തന്നെ നമ്മുടെ കർഷക കോൺഗ്രസ് അവിടെ പാഞ്ഞെത്തി യുദ്ധകാലാടിസ്ഥാനത്തിൽ ആ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കത്തക്ക നിലയിലുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുവാൻ നമ്മുടെ സംഘടനാ പ്രവർത്തകർക്ക് സാധിച്ചാൽ മാത്രമേ ഈ കാലഘട്ടത്തിൽ സംഘടനയ്ക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുള്ളൂ. പ്രത്യേകിച്ച് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നടക്കാൻ പോകുന്നു, നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു. കഴിഞ്ഞ 9 വർഷക്കാലമായി സംസ്ഥാനത്ത് പ്രതിപക്ഷത്താണ്, കേന്ദ്രത്തിലും പ്രതിപക്ഷത്താണ്. ആ പ്രതിപക്ഷത്തിരിക്കുന്ന പ്രസ്ഥാനത്തെ അധികാരത്തിൽ കൊണ്ടുവരുവാനും കാർഷിക പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കണം. ഇന്ന് ഡൽഹിയിലും ഇന്നും കർഷകർ സമരത്തിലാണ്. ഇപ്പോൾ പറയുന്നത് മോദി സർക്കാർ പറയുന്നത് അടുത്ത മാസം വീണ്ടും കർഷകരുടെ സമ്മേളനം നടത്തി പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുന്ന പറയുന്നത്. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ സമരം കർഷക സമരത്തിൽ ഉണ്ടാക്കിയ ഒത്തുതീർപ്പ് വ്യവസ്ഥകൾ പാലിക്കുവാൻ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറാകുന്നില്ല. കേരളത്തിലെ കർഷകരെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന കാര്യത്തിൽ സംസ്ഥാന ഗവൺമെന്റ് പരാജയപ്പെട്ടിരിക്കുന്നു. ഈ കാലഘട്ടത്തിലാണ് കർഷക കോൺഗ്രസിനെ പ്രത്യേകിച്ച് നമുക്ക് നമ്മുടെ മറ്റൊരു ലക്ഷ്യമില്ലാതെ നമുക്കെല്ലാം വ്യക്തിപരമായ ഒരു ലക്ഷ്യമില്ല. കാരണം നമ്മുടെ മാതൃപ്രസ്ഥാനത്തെ സഹായിക്കാൻ, മാതൃപ്രസ്ഥാനത്തെ ശക്തിപ്പെടുത്താൻ, കോൺഗ്രസിന്റെ സന്ദേശം ജനങ്ങളിൽ എത്തിക്കാൻ, കാർഷിക പ്രശ്നങ്ങളിൽ സജീവമായി ഇടപെടുന്ന കർഷക സംഘടന കോൺഗ്രസിന്റെ പോഷക സംഘടനയാണെന്ന് കർഷക കോൺഗ്രസ് ആണെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്തക്ക നിലയിലുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള കേരളത്തിലെ ഒരു തുടക്കം തുറന്നു പ്രവർത്തിക്കുന്ന ആണെങ്കിൽ പോലും അവരിൽ വ്യത്യസ്തമായി പുതിയ ഒരു ലക്ഷ്യബോധത്തോടുകൂടി, ഒരു വീക്ഷണത്തോടു കൂടിയാണ് നമ്മുടെ ഈ സംസ്ഥാന കമ്മിറ്റി മുന്നോട്ട് പോകുന്നത്. തീർച്ചയായും സംസ്ഥാന പ്രസിഡന്റ് തീരുമാനമെടുത്തതിൽ അഭിനന്ദിക്കുക. കാരണം നമുക്ക് എറണാകുളം, കേരളത്തിലെ 14 ജില്ലകളിലെയും പ്രധാനപ്പെട്ട പ്രവർത്തകന്മാർ ഒരുമിച്ച് കൂടി ആശയപരമായി കാലിക പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് നമ്മുടെ സംഘടനയെ കരുത്തുറ്റമാക്കുവാനും നമുക്ക് ലക്ഷ്യബോധം ഉണ്ടാക്കുവാനും ഇത്തരത്തിലുള്ള ക്യാമ്പ് സഹായിക്കും എന്നുള്ള തർക്കമില്ല. ഞാൻ ദീർഘമായി ഒന്നും സംസാരിക്കുന്നത്, കാരണം എല്ലാവരും ദൈനംദിന രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ആളുകളാണ്. അവർക്ക് എല്ലാ കാര്യങ്ങളും എന്നേക്കാൾ കൂടുതൽ അറിയാവുന്ന ആളെ മുന്നിലിരിക്കുന്നത്. തീർച്ചയായും കർഷക കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി അഭിനന്ദിക്കുന്നു ഇത്തരത്തിലുള്ള തീരുമാനമെടുത്തതിൽ. അത് സംസ്ഥാന പ്രസിഡന്റായി ചാർജ് എടുത്ത ശേഷം വളരെ ചുരുങ്ങിയ ദിവസം തന്നെ കേരളത്തിലെ കാർഷിക പ്രശ്നങ്ങളിൽ ചലനമുണ്ടാക്കാൻ സാധിച്ചു. ഇപ്പൊ വനം ഭേദഗതി നിയമത്തിൽ കേരളത്തിലെ മറ്റേത് കാർഷിക സംഘടനയേക്കാൾ കൂടുതൽ ശക്തമായി പ്രതികരിക്കാൻ സാധിച്ചത് നോക്കാം. സംസ്ഥാന പ്രസിഡന്റ് പദം ഏറ്റെടുത്ത് ചുരുങ്ങിയ ദിവസക്കാലം കൊണ്ട് തന്നെ അത് കേരളത്തിലെ എല്ലാ കാർഷിക കുടുംബങ്ങളിലും ആ മുദ്രാവാക്യം എത്തിച്ച് ആ സംസ്ഥാന സർക്കാരിനായി റിയാക്ട് ചെയ്യുവാൻ ജനങ്ങളെ ബോധ്യപ്പെടുത്തുവാനും സാധിച്ചു.
അത് നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുക. UDF ജാഥയാണെങ്കിൽ 25-ാം തീയതി ആരംഭിച്ച് മലയോര കർഷക ജാഥ 25-ാം തീയതി ആരംഭിച്ച് കണ്ണൂർ ജില്ലയിൽ നിന്നും ആരംഭിക്കുന്ന ജാഥ 5-ാം തീയതി പാഠശാലയിൽ അവസാനിക്കും. ആ UDF നടത്തുന്നതെങ്കിൽ പോലും നമ്മുടെ സജീവമായ പങ്കാളിത്തം ആ യോഗങ്ങളിൽ ഉണ്ടാകണം. കർഷകരുടെ കൂട്ടായ പങ്കാളിത്തം അവിടെ ഉണ്ടായാൽ തീർച്ചയായും UDF നമ്മളെ അംഗീകരിക്കും, കോൺഗ്രസ് നമ്മളെ അംഗീകരിക്കും. അവരെ ഏറ്റെടുത്ത മുദ്രാവാക്യമാണെങ്കിൽ പോലും അത് നടപ്പിലാക്കാനുള്ള ഉത്തരവാദിത്വം നമ്മുടെ പ്രവർത്തകന്മാർക്കുണ്ട് എന്നുകൂടി സൂചിപ്പിച്ചുകൊണ്ട് ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്ന ബഹുമാന്യനും ആദരണീയമായ നമുക്കറിയാം കോഴിക്കോട് ജില്ലയിലെ കർഷക കോൺഗ്രസിന്റെ പ്രസിഡന്റായി, അഖിലേന്ത്യ കോർഡിനേറ്ററായി ഞാൻ പലപ്പോഴും കോഴിക്കോട് ജില്ലയിൽ എനിക്ക് പണ്ട് 2012-13 കാലഘട്ടത്തിൽ കോഴിക്കോട് ഞാൻ സംസ്ഥാന ഭാരവാഹിയായിരുന്നപ്പോൾ ചാർജ് ഉണ്ടായിരുന്നു. അതിനുശേഷം ഇവിടെ ജില്ലാ പ്രസിഡന്റായി മധ്യസ്ഥ വന്നതിന് ശേഷം ഞാൻ പലപ്പോഴും അന്വേഷിക്കാറുണ്ട്. അവിടുത്തെ പ്രശ്നങ്ങൾ ദൈനംദിനം കാർഷിക പ്രശ്നങ്ങൾ ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിച്ച ഒരു ജില്ലാ പ്രസിഡന്റ് നിലയിൽ അവിടെ കർഷകർക്ക് ഒരു ആത്മവിശ്വാസം പകർന്നു കൊടുത്ത ജില്ലാ പ്രസിഡന്റ് അദ്ദേഹത്തിന്റെ ഈ സ്ഥാനലബ്ധി കേരളത്തിലെ കർഷക കോൺഗ്രസ് പ്രസ്ഥാനത്തിന് പുതിയ ഒരു നവോന്മേഷം പകരും എന്നുള്ള തർക്കമില്ല. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നമുക്ക് ഒറ്റക്കെട്ടായി ഒരമ്മ പറ്റ മക്കളെ പോലെ കേരളത്തിലെ കാർഷിക പ്രശ്നങ്ങൾ അധികാരവർഗത്തിന്റെ കർണമടങ്ങളിൽ എത്തിക്കാൻ പ്രവർത്തിക്കാൻ സാധിക്കും എന്നൊരു ഉറപ്പുണ്ട്. ആ സംസ്ഥാന പ്രസിഡന്റ് ചടങ്ങിന്റെ പേരിൽ അദ്ദേഹമാണ് സംഘടിപ്പിച്ചത്. പക്ഷേ ഒരു ചടങ്ങെന്ന നിലയിൽ അധ്യക്ഷം വഹിക്കുന്ന ബഹുമാന്യനും ആദരണീയമായ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ മജൂസ് മാത്യുസവരുടെ സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി, അതുപോലെ എറണാകുളം ജില്ലാ പ്രസിഡന്റിനെയും ഹൃദയപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ കോർഡിനേറ്റർമാര് ശ്രീ അസീസ്, ശ്രീ പോൾസൺ, ശ്രീമതി മിനു, അവർ 3 പേരും ഈ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുകളാണ്. അതുപോലെ തന്നെ നമ്മുടെ കോഴിക്കോട് ജില്ലയുടെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ബിജു കണ്ണമ്പ്ര, അദ്ദേഹം ഈ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തനങ്ങളാണ്. എല്ലാവരും നമ്മുടെ ജില്ലാ പ്രസിഡന്റുമാരൊക്കെ ആണെങ്കിൽ എല്ലാവരും വളരെ മിടുക്കന്മാരാണ്. കോൺഗ്രസിന്റെ ഒരു DCC അല്ലെങ്കിൽ വേണമെങ്കിൽ ഒരു DCC പ്രസിഡന്റ് വരെ യോഗ്യത ആളുകളാണ് ജില്ലാ പ്രസിഡന്റുമാര്. അത്ര നന്നായി പ്രവർത്തിക്കുന്ന ജില്ലാ പ്രസിഡന്റുമാര്, നല്ല സംസ്ഥാന ഭാരവാഹികൾ. കർഷകർ എന്ന് പറഞ്ഞാൽ കളങ്കമില്ലാത്ത ആളുകളാണ്. കളങ്കമില്ലാത്ത കർഷകരെ അവരുടെ എല്ലാ ലക്ഷ്യം ഈ മാതൃസംഘടനയെ സഹായിക്കുന്നതാണ്. തീർച്ചയായും ആ നല്ല ഒരു സംഘടന, ഒരമ്മ പറ്റ മക്കളെ പോലെ, ഒരു കുടുംബത്തിലെ അംഗങ്ങളെ പോലെ പണ്ട് കാലത്ത് കേരള വിദ്യാർത്ഥികളിലും യൂത്ത് കോൺഗ്രസും എല്ലാം വളർത്തിയെടുത്ത ആത്മബന്ധം നമ്മൾ വളർത്തിയെടുത്തുകൊണ്ട് നമ്മുടെ പ്രയാസങ്ങളിലും സന്തോഷങ്ങളിലും നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈ യോഗത്തിൽ പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ട ജില്ലാ പ്രസിഡന്റുമാരെയും ജില്ലാ സെക്രട്ടറിമാരെയും അതുപോലെ ജില്ലാ ട്രഷറർമാരെയും അടക്കം എല്ലാ നേതാക്കന്മാരെയും സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഇവിടെ നടക്കുന്ന എറണാകുളം ജില്ലയുടെ പ്രസിഡന്റ് നിലയിൽ എറണാകുളം ജില്ലയ്ക്കും വേണ്ടി ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ സ്വാഗത പ്രസംഗം അവസാനിപ്പിക്കുന്നു. ജയ് ഭാരത്. പ്രിയപ്പെട്ട എറണാകുളം ജില്ലയുടെ അധ്യക്ഷൻ ശ്രീ ജോസഫ് ഏട്ടൻ വേദിയിൽ ഈ ക്യാമ്പിന്റെ കോർഡിനേറ്റർമാരായി കൃത്യമായ ഇടപെടൽ നടത്തി ഈ ക്യാമ്പിന്റെ വിജയത്തിന് വേണ്ടി ഏറ്റവും ആത്മാർത്ഥമായി പ്രവർത്തിച്ച ശ്രീ പോൾസൺ, ശ്രീ അസീസ്ക, ശ്രീ മിനി, പ്രിയപ്പെട്ട ജില്ലാ പ്രസിഡന്റുമാർ, ജില്ലയുടെ ജനറൽ സെക്രട്ടറി, സംഘടനാ ചുമതല, ട്രഷറർമാർ, സോഷ്യൽ മീഡിയ കോർഡിനേറ്റർമാർ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, എല്ലാവർക്കും ആദ്യം തന്നെ ഒരു നമസ്കാരം പറയാൻ ഞാൻ ആഗ്രഹിക്കാം. രാവിലെ പലരും വെളുപ്പിനെ എഴുന്നേറ്റ് ട്രെയിനിലും ബസ്സിലും ഒക്കെ കയറി കഷ്ടപ്പെട്ടെത്തിയവരാണ്. ഈ ഫാനിന്റെ കാറ്റൊക്കെ അടിച്ച് തുടങ്ങുമ്പോൾ സ്വാഭാവികമായും ഒരു ക്ഷീണമുണ്ടാവും. അപ്പോ ഒന്ന് ഉഷാറാവുന്നതിന് വേണ്ടി ഞാനൊരു ഗുഡ് മോർണിംഗ് ആദ്യം നിങ്ങൾക്ക് പറയുകയാണ്. തിരിച്ചൊരു ഗുഡ് മോർണിംഗ് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഗുഡ് മോർണിംഗ്. ഞാൻ ജോസഫ് ഏട്ടൻ സ്വാഗതം പറഞ്ഞു തുടങ്ങിയപ്പോൾ ഞാൻ നോക്കുകയായിരുന്നു. 12 പേര് അവരവരുടെ മൊബൈലുകളിൽ വലിയ തോതിലുള്ള ഇടപെടലുകൾ നടത്തിയിരിക്കുകയാണ്. നമ്മള് ഈ ഒരു ക്യാമ്പ് ഉദ്ദേശിച്ച് തുടങ്ങുന്നത് നമ്മളിൽ ഒരു സമൂലമായ മാറ്റം ഉണ്ടാവണമെന്ന ആഗ്രഹത്തോടു കൂടിയാണ്. ഇതൊരു തുടക്കക്കാരന്റെ ആവേശമായി നിങ്ങൾ കരുതണ്ട. നിങ്ങളോട് സ്നേഹപൂർവ്വം എനിക്ക് പറയാനുള്ളത്, നമ്മളെല്ലാം, ഞാൻ അടക്കമുള്ളവർക്ക് മൊബൈൽ സ്ക്രീൻ അഡിക്ഷൻ ഉള്ളവരാണ്. ദയവ് ചെയ്ത് നിങ്ങളുടെ പ്രിയപ്പെട്ട എന്റെ പ്രസിഡന്റുമാർ, എന്റെ സുഹൃത്തുക്കൾ, എന്റെ ഭാരവാഹികൾ, നിങ്ങളുടെ മൊബൈൽ ഫോൺ ഒന്ന് സൈലന്റ് മോഡിലോ എയറോപ്ലെയിൻ മോഡിലോ ആക്കി ഈ ക്യാമ്പിന്റെ ആദ്യത്തെ നടപടിക്രമം എന്ന രീതിയിൽ അതൊന്ന് ആക്കുന്നതിന് വേണ്ടി
എയ്റോപ്ലെയിൻ കൂടെ ആക്കുന്നതിന് വേണ്ടി വളരെ വിനയത്തോടെ ഞാൻ ആവശ്യപ്പെടുകയാണ്. കുറച്ചു നേരത്തേക്ക് നമുക്കറിയാം, നമ്മളെല്ലാം കർഷകരാണ്, രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവരാണ്, ബിസിനസ് ചെയ്യുന്നവരാണ്, നിരവധിയായ ഓരോ ദിവസവും നമ്മൾ ഇടപെടുന്ന നിരവധിയായ വിഷയങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ്. പക്ഷേ നമ്മൾ ഒരു 3-4 മണിക്കൂർ ഈ ഫോൺ മാറ്റിവെച്ചാൽ ഈ ലോകത്തിന് ഒരു മാറ്റവും സംഭവിക്കാൻ പോകുന്നില്ല. പക്ഷേ നമ്മൾ ഈ നടത്തുന്ന ക്യാമ്പ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഉദ്ദേശശുദ്ധി പൂർണ്ണമായ അർത്ഥത്തിലേക്ക് അത് എത്തുവാൻ സഹായിക്കുമെന്നുള്ളത് കൊണ്ട് ഞാൻ വിനയത്തോടുകൂടി ആവശ്യപ്പെടുകയാണ്. നിങ്ങളുടെ ഫോണുകൾ ഈ ക്യാമ്പ് തീരുന്നത് വരെ നിങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ ശ്രമിക്കുക. ഞാൻ എന്റെ ഫോൺ ബെല്ലടിച്ചാൽ പോലും ഞാൻ ഈ ക്യാമ്പ് കഴിയുന്നത് വരെ ഞാൻ എന്റെ ഫോണും ഉപയോഗിക്കില്ല എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ്. ഞാൻ ജോസഫ് ഏട്ടന്റെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞ ഒരു വരിയിൽ നിന്ന് തുടങ്ങാൻ ആഗ്രഹിക്കുകയാണ്. കേരളത്തിലെ വന നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് മറ്റൊരു കർഷക സംഘടന നടത്തുന്നതിൽ കൂടുതൽ ഇടപെടലുകൾ നടത്തുവാനും അത് വിജയിക്കുവാനും കേരളത്തിലെ കർഷക കോൺഗ്രസ് പ്രസ്ഥാനത്തിന് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ അത് എന്റെ വിജയമല്ല. എന്റെ മുന്നിലിരിക്കുന്ന 14 ജില്ലാ പ്രസിഡന്റുമാരുടെ അകമഴിഞ്ഞ പ്രയത്നത്തിന്റെ ഫലമാണ് ആ വിജയം. തർക്കമില്ല കാര്യത്തിൽ. ഞാൻ കൂട്ടായ്മയിൽ വിശ്വസിച്ച് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്ന മനുഷ്യനാണ്. വൺമാൻ ഷോ കൊണ്ട് ഒന്നും ഈ നാട്ടിൽ ചെയ്യാൻ സാധിക്കില്ല എന്ന പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ടാണ് ഞാൻ ചാർജ് എടുത്ത് 1 മാസം കഴിയുമ്പോൾ ജില്ലാ പ്രസിഡന്റുമാരെ കൂടെ നിർത്തി അവരെ ശക്തിപ്പെടുത്തുന്നതിനുള്ള കവറയിലേക്ക് ആദ്യം കടക്കുക എന്ന് ഞാൻ നിശ്ചയിച്ചത്. ഞാൻ കർഷക കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുണ്ട്, ജില്ലാ പ്രസിഡന്റ് ആയിട്ടുണ്ട്, ദേശീയ കോർഡിനേറ്റർ ആയിട്ടുണ്ട്. അതിനുശേഷമാണ് ഈ സംസ്ഥാന പ്രസിഡന്റിന്റെ ചുമതല ഏറ്റെടുത്ത് നിങ്ങളുടെ കൂടെ പ്രവർത്തിക്കുവാൻ കടന്നു വരുന്നത്. ഞാനൊരു ജില്ലാ പ്രസിഡന്റായി 19 മാസക്കാലം ഈ സംഘടനയെ കോഴിക്കോട് ജില്ലയിൽ കൊണ്ടുപോയ നാടുകളിൽ എനിക്ക് മനസ്സിലായിട്ടുണ്ട്, ഈ സംഘടന എന്നല്ല ഏതൊരു സംഘടനയും നയിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന്റെ ആണിക്കല്ല് എന്ന് പറയുന്നത് ഈ പ്രസ്ഥാനത്തിന്റെ ജില്ലാ പ്രസിഡന്റുമാരാണ് എന്ന് പൂർണ്ണമായി ഞാൻ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ജില്ലാ പ്രസിഡന്റുമാരുടെ കൂടെ നിന്ന് ഈ പ്രസ്ഥാനത്തെ മുന്നോട്ട് നയിക്കുക എന്ന ചുമതല, ആ ഒരു ലക്ഷ്യത്തോടു കൂടി നിങ്ങളുടെ മുന്നിൽ നിങ്ങളുടെ കൂടെ ആയിരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. സംസ്ഥാന പ്രസിഡന്റിന് ആഹ്വാനം ചെയ്താൽ മതി. അത് നിയോജക മണ്ഡലം കമ്മിറ്റികളിലേക്കും മണ്ഡലം കമ്മിറ്റികളിലേക്കും സാധാരണ പ്രവർത്തകരിലേക്കും എത്തിക്കുന്നതിന് വേണ്ടി അഹോരാത്രം കഷ്ടപ്പെടേണ്ടി വരുന്നത് ജില്ലാ പ്രസിഡന്റുമാരാണ്. ഒരു നയാ പൈസയുടെ സഹായം ജില്ലാ പ്രസിഡന്റുമാർക്ക് ഈ പോഷക സംഘടന എന്ന രീതിയിൽ സെല്ല് എന്ന രീതിയിൽ നമ്മൾക്ക് പാർട്ടിയിൽ നിന്ന് ലഭിക്കാറില്ല, പലപ്പോഴും ലഭിക്കാറില്ല. സംസ്ഥാന ഭാരവാഹികളും ജില്ലാ ഭാരവാഹികളും ഉണ്ട് എങ്കിലും 10% താഴെ വരുന്നവരുടെ മാത്രം അകമഴിഞ്ഞ പിന്തുണയെ ജില്ലാ പ്രസിഡന്റുമാർക്ക് കിട്ടാറുള്ളൂ പലപ്പോഴും എന്ന യാഥാർത്ഥ്യവും എനിക്ക് നന്നായി അറിയാം. സ്വന്തം കയ്യിൽ നിന്ന് പണമെടുത്ത് ചെയ്ത പരിപാടി നന്നായാലും മോശമായാലും, പത്രത്തിൽ പണം വന്നാലും പണം വന്നില്ലെങ്കിലും, പത്രത്തിൽ പേര് വന്നാലും പേര് വന്നില്ലെങ്കിലും എല്ലാം ആക്ഷേപം കേട്ട് മുന്നോട്ട് ഈ സംഘടനയെ നയിക്കുന്ന ജില്ലാ പ്രസിഡന്റുമാർക്ക് ശക്തി പകരുവാൻ, അത് ശക്തി പകർന്നില്ല എങ്കിൽ ഈ സംഘടനയുടെ ചക്രം മുന്നോട്ടുരുളില്ല എന്ന തിരിച്ചറിവ് കൊണ്ടാണ് നിങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ കൂടെ സംഘടനാ ചുമതലയുള്ള ജില്ലാ ജനറൽ സെക്രട്ടറിയെയും ഒരു ട്രഷററെയും ഒരു സോഷ്യൽ മീഡിയ കോർഡിനേറ്ററെയും നിങ്ങളോടൊപ്പം കൂടെ കൂട്ടിക്കൊണ്ട് വരുവാൻ വേണ്ടി ഞാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഒറ്റയ്ക്കുരുണ്ടാൽ ജില്ലാ പ്രസിഡന്റുമാരെ തളർന്നു പോകുമെന്നുള്ള ബോധ്യം സ്വന്തം അനുഭവത്തിൽ നിന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് വളരെ ഉത്തരവാദിത്തമുള്ള ആ ചുമതല നിർവഹിക്കുന്നതിന് വേണ്ടി 3 പേരെ കൂടെ കൂട്ടുവാൻ പറഞ്ഞു. ജില്ലാ പ്രസിഡന്റിനെ സംബന്ധിച്ച് നിരവധിയായ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ കൂടെ നിന്ന് താങ്ങായി നിന്ന് ഈ സംഘടനയ്ക്ക് ഒരു ദിശാബോധം നൽകുക എന്ന ഏറ്റവും പ്രധാനമായ ലക്ഷ്യമുള്ള ലെഫ്റ്റനന്റ് കമാൻഡായിട്ട് കൂടെ നിൽക്കേണ്ടവരാണ് സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി. നമ്മുടെ ഒരു സ്വഭാവം അനുസരിച്ച് നമുക്കറിയാം, ഭാരവാഹികളുടെ എണ്ണത്തിന് യാതൊരു പങ്കുമില്ല. രാവിലെ ഫോൺ എടുത്ത് ഒരു ജില്ലാ കമ്മിറ്റി വിളിക്കണമെങ്കിൽ 25, 30, 40 പേരെ ജില്ലാ പ്രസിഡന്റ് ഒറ്റയ്ക്ക് വിളിച്ച് ഇത് പൂർത്തീകരിക്കാൻ സാധിക്കില്ല. പൂർണ്ണമായ ബോധ്യം എനിക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ കടമ, ഈ ക്യാമ്പ് കഴിയുമ്പോൾ ജില്ലാ പ്രസിഡന്റിനെ ഏതെല്ലാം തരത്തിൽ ജില്ലാ ജനറൽ സെക്രട്ടറി സംഘടനാ ചുമതലയുള്ള വ്യക്തി സഹായിക്കണമെന്ന് ഈ ക്യാമ്പ് കഴിയുമ്പോൾ നിങ്ങൾക്ക് പൂർണ്ണ ബോധ്യമാവും.
അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ചുമതല വഹിക്കേണ്ട, എന്നാൽ പേരിന് മാത്രമായി നമ്മൾ വെച്ചിരിക്കുന്ന ഒരു പദവിയാണ് ട്രഷറർ പദവി. ഈ ട്രഷറർ പദവിയിൽ ഇരിക്കുന്ന ഒരു മനുഷ്യനും ട്രഷറർ എന്ന നിലയിൽ ഇതുവരെ 5 പൈസ ജില്ലാ കമ്മിറ്റിക്ക് കൈകാര്യം ചെയ്തു കൊടുത്തിട്ടുള്ള ഏതെങ്കിലും ഒരു ട്രഷറർ ഇവിടെ ഉണ്ടെങ്കിൽ ധൈര്യപൂർവ്വം അദ്ദേഹത്തോടൊന്ന് കൈവക്കുവാൻ ഞാൻ ആവശ്യപ്പെടുകയാണ്. പ്രിയങ്കരനായ കമറും എനിക്കറിയാം, കോഴിക്കോട് ജില്ലയിൽ ബിജു വക്കീലിന് വേണ്ടി വലിയ രീതിയിലുള്ള ഇടപെടലുകൾ നടത്തുന്നതാണ്. എന്റെ ജില്ലയാണ്, എനിക്കറിയാം. അടുത്ത അദ്ദേഹത്തിന് മാത്യു ഇടുക്കിയിൽ നിന്ന്, എറണാകുളം ജോസഫ് ഏട്ടന്റെ ഭാഗ്യം. ബാക്കി 12 ജില്ലയിൽ നിന്നുള്ള ട്രഷറർമാർക്ക് ട്രഷറർ എന്ന പദവി കൊണ്ട് സംഘടനയിൽ ട്രഷറർ എന്ന പദവിയുടെ കടമ എന്ത് എന്നറിയാതെ ഒരു ഉത്തരവാദിത്വവും നിർവഹിക്കാതെ സമാധാനപൂർണമായി ജീവിക്കാൻ പറ്റുന്ന ഒരു പദവിയാണ് ട്രഷറർ പദവി. എന്നാൽ ഇനി ആ സ്ഥിതി മാറുകയാണ്. കാരണം ട്രഷറർ എന്ന് പറയുന്നത് സംഘടനാ ജനറൽ സെക്രട്ടറിക്കും ജില്ലാ പ്രസിഡന്റിനും ജീവശ്വാസം കൊടുക്കേണ്ട ഒരു പോസ്റ്റാണ്. ജില്ലാ പ്രസിഡന്റ് തന്നെ അല്ലെങ്കിൽ സംസ്ഥാന പ്രസിഡന്റ് തന്നെ ഒരു പരിപാടി ഇട്ട് അതിന് പണം സംഘടിപ്പിക്കുന്നതിന് വേണ്ടി ഒറ്റയ്ക്കോടിയാൽ എവിടെ വരെ എത്തും? കൂടുതലൊന്നും അദ്ദേഹം പണം പോക്കറ്റിൽ ട്രഷറർ എന്ന് വെക്കുന്ന ആളെ വെക്കുമ്പോൾ പലരും വിചാരിക്കുന്നത് ഏറ്റവും പൈസയുള്ള, ചെലവാക്കാൻ വലിയ മടിയില്ലാത്ത ഒരാളെയായിരിക്കും നമ്മൾ ട്രഷററായിട്ട് വെക്കുന്നത്. സ്വന്തം പോക്കറ്റിൽ നിന്ന് പണമെടുത്ത് ഈ പ്രസ്ഥാനത്തിന് വേണ്ടി ചെലവാക്കുന്നതിന് ഒരു പരിധിയുണ്ട്. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഞാനടക്കം, എന്റെ മുന്നിൽ ഇരിക്കുന്ന ജില്ലാ പ്രസിഡന്റുമാരടക്കം എല്ലാവർക്കും സ്വന്തം പോക്കറ്റിൽ നിന്ന് പണമെടുത്ത് ചെലവാക്കിക്കൊണ്ട് ഈ സംഘടനയെ നയിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഒരു പരിധിയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പല സമയത്തും നമ്മൾ തളർന്നു പോകുന്നത്. ഒരു പരിപാടി നടത്തുന്നത് നമ്മുടെ മനസ്സിൽ ആഗ്രഹമുണ്ട്, പക്ഷെ ഇത് സംഘടിപ്പിക്കണം, ഇതിന് വലിയ പണച്ചിലവുണ്ട്. ഈ പണച്ചിലവ് ഓർത്ത് മാത്രമാണ് പല ജില്ലാ പ്രസിഡന്റുമാരും ഇതങ്ങ് ഇങ്ങനെ അങ്ങ് മെല്ലെ പോയാൽ മതി എന്ന് ചിന്തിക്കുന്നത്. ഈ പണം കണ്ടെത്തുന്നതിന് ജില്ലാ പ്രസിഡന്റുമാരെ സഹായിക്കുന്ന കടമ, ഉത്തരവാദിത്വമുള്ള പ്രധാനപ്പെട്ട ചുമതലയാണ് ട്രഷറർമാരിൽ അർപ്പിതമായിരിക്കുന്നത്. ആ തിരിച്ചറിവോടുകൂടി വേണം ട്രഷറർമാർ ഈ ക്യാമ്പ് കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ പോകേണ്ടത്. ജില്ലാ പ്രസിഡന്റിന്റെ സിരകളിൽ ഓടുന്ന വ്യക്തമായി മാറാനുള്ള, കാരണം ജില്ലാ പ്രസിഡന്റ് ശക്തിമാനായി മാറണമെങ്കിൽ ശക്തമായ രക്തപ്രവാഹം ഉണ്ടാകും. ആ രക്തപ്രവാഹമാണ് ട്രഷറർമാർ. നിങ്ങളുടെ പോക്കറ്റിൽ നിന്ന് പണമെടുക്കേണ്ട, പകരം സമൂഹത്തിൽ ഈ രീതിയിലുള്ള നമ്മൾക്ക് പണം സംഘടിപ്പിക്കാൻ കഴിയുന്ന വ്യക്തികളെ കണ്ടുപിടിച്ച് ജില്ലാ പ്രസിഡന്റുമായി ഏകോപിപ്പിച്ച് അത് രസീത് കുട്ടി മുഖാന്തരം പണം തിരിച്ചെടുത്ത് ബാധ്യതയില്ലാതെ ജില്ലാ കമ്മിറ്റിയെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട വലിയ ചുമതലയും ഉത്തരവാദിത്വവും ഏറ്റെടുക്കുന്ന പ്രവർത്തകനായി മാറണം ഈ ക്യാമ്പുകളിൽ ഇറങ്ങുന്ന ട്രഷറർ. അതുപോലെ തന്നെ അടുത്ത സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ നമ്മുടെ പ്രസ്ഥാനത്തിൽ ഇതുവരെയായി കേട്ടിട്ടില്ലാത്ത ഒരു പദവിയാണ്. ആ പദവി പലരും എന്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, എന്തിനാണ് ഒരു സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ, എന്ത് ആവശ്യമാണുള്ളത് കൃഷിക്കാരന്റെ കാര്യത്തിൽ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർക്ക് എന്ത് ചെയ്യാനാണെന്ന്. പക്ഷേ നമ്മളെടുക്കുന്ന അധ്വാനം, നമ്മളെടുക്കുന്ന കഷ്ടപ്പാട്, നമ്മളെടുക്കുന്ന ബുദ്ധിമുട്ട്, ഈ അലച്ചിലുകൾ ഇത് പൊതുസമൂഹം അറിയണം, കർഷക സമൂഹം അറിയണം, നമ്മുടെ രാഷ്ട്രീയ നേതൃത്വം അറിയണം. ഈ നേതൃത്വം അറിയണമെങ്കിൽ കർഷക കോൺഗ്രസിന്റെ ജില്ലാ പരിപാടികൾ തന്നെ വെച്ചാൽ പ്രധാനപ്പെട്ട പത്രങ്ങൾ എത്രമാത്രം കവറേജ് അതിന് കൊടുക്കുന്നുണ്ട്, ദൃശ്യമാധ്യമങ്ങൾ എത്രയധികം കവറേജ് ഇതിന് കൊടുക്കുന്നുണ്ട് എന്ന് എന്നെക്കാളേറെ നിങ്ങൾക്കറിയാം. നമ്മളെടുക്കുന്ന അധ്വാനത്തെ ജനമനസ്സുകളിലേക്ക് എത്തിക്കുന്നതിന്, കർഷക സമൂഹത്തിന്റെ മനസ്സുകളിലേക്ക് എത്തിക്കുന്നതിന് ഏറ്റവും വലിയ നിർണായകമായ പങ്ക് വഹിക്കേണ്ട ചുമതലയാണ് ഈ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർക്കുള്ളത്. എടുക്കുന്ന പരിപാടികളുടെ മുഴുവൻ ഫോട്ടോകൾ, വീഡിയോകൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നമുക്ക് പ്രചരിപ്പിക്കാൻ സാധിക്കണം. നമ്മുടെ പത്രമാധ്യമം, പത്രമാധ്യമ സുഹൃത്തുക്കളുമായി വ്യക്തമായ വ്യക്തിബന്ധം സ്ഥാപിച്ച് ഓരോ പ്രദേശത്തുമുള്ള നമ്മളുടെ മണ്ഡലം, നിയോജക മണ്ഡലം, ജില്ലാ തലത്തിൽ നടക്കുന്ന പരിപാടികൾ പത്രമാധ്യമങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും യഥാസമയം എത്തിക്കുക എന്ന ഏറ്റവും മർമ്മപ്രധാനമായ ലക്ഷ്യം. കോഴി മുട്ടയിട്ടാൽ
കോഴി മുട്ടയിടുന്നത് കർഷകരല്ലേ, നമുക്കറിയാം. കോഴി മുട്ടയിട്ടാൽ ജനം അറിയും, നാടറിയും. കോഴി മുട്ടയിട്ട് കഴിഞ്ഞാൽ ചിറകൊക്കെ ഒന്ന് വിരിച്ച് ഒന്ന് കൂകി ഒച്ചയുണ്ടാക്കി ഞാൻ മുട്ടയിട്ടിട്ടുണ്ട് എന്ന് അറിയിച്ച് മുന്നോട്ട് പോകുന്നത് പോലെ നമ്മൾ നടത്തുന്ന പ്രവർത്തനം ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അത് പൊതുസമൂഹത്തിൽ അറിയിക്കുക എന്ന വലിയ കർത്തവ്യം ഏറ്റെടുക്കേണ്ടവരാണ് ഈ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർമാർ. ഞാൻ ഈ ക്യാമ്പ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് ഏറ്റവും ചുരുങ്ങിയ വാക്കുകളിൽ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. എന്തിനാണ് ഇവരെ വിളിച്ചത്, എന്തിനാണ് ഞങ്ങളെ വിളിച്ചത്, എന്തിനാണ് സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ എന്ന ഓരോ വ്യക്തികളിലും ഞാൻ ഉദ്ദേശിക്കുന്ന നിക്ഷിപ്തമായിരിക്കുന്ന അവരുടെ കർത്തവ്യം എന്ത് എന്ന് ഏറ്റവും കുറഞ്ഞ വാക്കുകളിൽ ഈ ആമുഖമായി ഞാൻ നിങ്ങളോട് പറയുകയാണ്. കർഷക കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റുമാരായി, കർഷക കോൺഗ്രസിന്റെ പ്രവർത്തകരായി, സംസ്ഥാന ഭാരവാഹികളായി ദീർഘകാലമായി പ്രവർത്തിക്കുന്ന വ്യക്തികളാണ് നമ്മളല്ല. ഒരു സംശയവുമില്ല. ഞാൻ 2016 തൊട്ട് ഈ സംഘടനയിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഈ സംഘടനയിലൂടെ എന്റെ മുന്നിലിരിക്കുന്ന ജില്ലാ പ്രസിഡന്റുമാരടക്കം ഈ സംഘടനാ പ്രവർത്തനത്തിലൂടെ ഒരു പഞ്ചായത്ത് മെമ്പറായ ഏതെങ്കിലും ഒരു വ്യക്തി ഉണ്ടെങ്കിൽ ഒന്ന് കൈവെക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ബിജു കണ്ണന്തറ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായത് കർഷക കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആവുന്നതിന് മുമ്പാണ്. കർഷക കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ ഭാരവാഹിയായി നാസർ കർഷക കോൺഗ്രസിൽ എത്തുന്നതിന് മുമ്പാണ്. കർഷക കോൺഗ്രസിന്റെ ഭാരവാഹി ആയതിനു ശേഷം, ജില്ലാ പ്രസിഡന്റ് ആയതിനു ശേഷം, കർഷക കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ പാതയിലൂടെ സഞ്ചരിച്ചതിന് ശേഷം പഞ്ചായത്ത് മെമ്പറായ മിനി വിനോദുണ്ട്, ജോസഫ് ഏട്ടനുണ്ട്, നേരത്തെ ഉണ്ട്, ബെന്നി, 3 ഭാഗ്യവാന്മാരുണ്ട്. മറ്റൊരാൾക്കും ഈ മേഖലയിലേക്ക് എത്തി നോക്കാൻ പറ്റിയിട്ടില്ല. എന്നാലോ അടിസ്ഥാന വർഗമായ കർഷകന്റെ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന, കർഷകന് വേണ്ടി ശബ്ദമുയർത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പോഷക സംഘടനയായ അല്ലെങ്കിൽ സെല്ലായ നമുക്ക് 14 ജില്ലാ പ്രസിഡന്റുമാരിൽ ഒരു ജില്ലാ പ്രസിഡന്റിന് മാത്രമാണ് ഒരു പഞ്ചായത്ത് മെമ്പർ ആവാൻ സാധിച്ചത്. ജില്ലാ കൗൺസിൽ മെമ്പർ വർഷങ്ങൾക്ക് മുമ്പ്, അതിനുശേഷം സാധിച്ചിട്ടില്ല. ഒരു ജില്ലാ പഞ്ചായത്ത് മെമ്പർ നമ്മുടെ കൂടെ ഉണ്ടായിട്ടില്ല, ഒരു സീറ്റ് പോലും കിട്ടിയിട്ടില്ല. ഒരു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ നമ്മുടെ കൂടെ ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ടാണ്? ഈ കർഷക കോൺഗ്രസ് പ്രസ്ഥാനവുമായി മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് ഗുണമുണ്ടാവണം, പാർട്ടിക്ക് ഗുണമുണ്ടാവണം, സംഘടനയ്ക്ക് ഗുണമുണ്ടാവണം. അതല്ലാതെ ഞാനും നിങ്ങളും ഈ കർഷക കോൺഗ്രസ് പ്രസ്ഥാനവുമായി കയ്യിലെ പണവും മുടക്കി സമയവും അധ്വാനവും ചിലവാക്കി മുന്നോട്ട് പോകുന്നതിന്റെ ഗുണം ആർക്കുണ്ട്? കർഷകർക്കില്ല, സ്വന്തമായി ഇല്ല. മാതൃപ്രസ്ഥാനത്തിന് ഉണ്ട് എന്ന് അവർ മനസ്സിലാക്കുന്നില്ല. പിന്നെ നമ്മളിങ്ങനെ മുന്നോട്ട് പോയിട്ട് എന്താ കാര്യമുള്ളത്? അതാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യവും ഉത്തരവാദിത്വവും. ഞാൻ ആദ്യമേ പറഞ്ഞു, ഒറ്റയ്ക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ. പകരം നിങ്ങൾ എന്റെ കൂടെ നിന്നാൽ ഈ 14 ജില്ലയും ജില്ലാ പ്രസിഡന്റുമാരും സംസ്ഥാന ഭാരവാഹികളും നിയോജകമണ്ഡല പ്രസിഡന്റുമാരും മണ്ഡല പ്രസിഡന്റുമാരും ഒരേ മനസ്സോടുകൂടി ഈ നാട്ടിലെ കർഷക സമൂഹത്തെ ചേർത്ത് പിടിച്ച് മുന്നോട്ട് പോയാൽ നമുക്ക് സാധിച്ചാൽ, ഞാൻ ഉറപ്പിച്ചു പറയുന്നു, നിങ്ങളിൽ നിന്ന് പഞ്ചായത്ത് മെമ്പർമാരുണ്ടാവും, നിങ്ങളിൽ നിന്ന് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരുണ്ടാവും, നിങ്ങളിൽ നിന്ന് ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരുണ്ടാവും. അതിന് വേണ്ടത് ഈ കർഷക സമൂഹത്തെ ചേർത്ത് പിടിക്കുവാൻ, അവരുടെ ശബ്ദമാവുവാൻ, അവർക്ക് വേണ്ടി പ്രയത്നിക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചാൽ, എനിക്ക് സാധിച്ചാൽ, ഈ മാതൃസംഘടനയുടെ മുഴുവൻ നേതാക്കന്മാരും എന്റെയും നിങ്ങളുടെയും പുറകെ തന്നെ വരും. നമ്മുടെ പ്രാധാന്യം നമ്മൾ ആദ്യം തിരിച്ചറിഞ്ഞ് ആ തലത്തിലേക്ക് ഉയരുവാൻ വേണ്ടിയുള്ള ആദ്യഘട്ട പരിശ്രമത്തിന്റെ തുടക്കമാണ് ഈ ക്യാമ്പിലൂടെ സാധിക്കുന്നത്. എനിക്കിവിടെ നിന്ന് വീക്ഷിച്ചാൽ നിങ്ങളെ പലരുടെയും മുഖങ്ങൾ കാണുമ്പോൾ എനിക്കറിയാം നിങ്ങളുടെ മനസ്സിന്റെ സഞ്ചാരങ്ങൾ. ചിലർ വിചാരിക്കുന്നുണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, അവൻ അവിടെ നിന്ന് ചുമ്മാ പറയുകയാണ്. ആ വിചാരത്തോടു കൂടി എന്റെ മുന്നിലിരിക്കുന്നവരുടെ മുഖത്തുനിന്ന് വായിച്ചെടുക്കാൻ എനിക്ക് പറ്റുന്നുണ്ട്. ചില ആവേശം വരുന്നുണ്ട്, ശരിയാണ്, ചിലപ്പോൾ നമുക്ക് സാധിച്ചേക്കുമെന്ന്. പക്ഷെ ഞാൻ നിങ്ങളെ ഉറപ്പിച്ച് പറയുന്നു, തുടക്കക്കാരന്റെ ആവേശമല്ല ഞാൻ പറയുന്നത്. ഞാൻ പ്രാവർത്തികമാക്കിയ, ഞാൻ പ്രവർത്തിച്ച് വിജയിച്ച എന്റെ ആത്മവിശ്വാസത്തിൽ നിന്ന് ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഈ രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിച്ചാൽ ഇതെല്ലാം നമുക്ക് സ്വായത്തമാക്കാൻ സാധിക്കും. ഇന്ന് സംസ്ഥാനത്തെ കർഷകർ നേരിടുന്ന വിവിധങ്ങളായ പ്രശ്നങ്ങളുണ്ട്.
ഈ പ്രശ്നങ്ങളിൽ എത്രമാത്രം ഇടപെടലുകൾ ഓരോ ജില്ലാ കമ്മിറ്റിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും ഒരു ആത്മവിശകലനം നടത്തുവാൻ നമ്മൾ ഒന്ന് നടത്തി നോക്കുക. ഏറ്റവും പ്രധാനമായി മലയോര മേഖലയിൽ മുഴുവൻ നമ്മൾ എടുത്താൽ മലയോര മേഖലയിലുള്ള മുഴുവൻ കർഷക സമൂഹവും നേരിടുന്ന പ്രശ്നങ്ങൾ വന്യമൃഗശല്യം, ES, ബഫസോ, ഈ പ്രശ്നങ്ങളിൽ ഓരോ ജില്ലാ പ്രസിഡന്റുമാരും അവനവന്റെ നെഞ്ചിൽ കൈവച്ച് ചിന്തിച്ചു നോക്കണം. എത്ര സജീവമായി ആ പ്രശ്നങ്ങളിൽ നമുക്ക് ഇറങ്ങുവാൻ സാധിച്ചിട്ടുണ്ട്. നാമമാത്രമായ 15, 20, 25 ആളെ വെച്ചുകൊണ്ട് നടത്തുന്ന ഒരു ജില്ലാ കമ്മിറ്റിയും ആ ജില്ലാ കമ്മിറ്റിയുടെ പേരിൽ വരുന്ന ഒരു പ്രസ്താവനയ്ക്കും അപ്പുറം സജീവമായ ഒരു ഇടപെടൽ, ഒരു 500 ആളെ കൂടെ നിർത്തിക്കൊണ്ട് ഒരു സമരം നയിച്ചവർ, ഫോറസ്റ്റ് സ്റ്റേഷനിലേക്കോ അല്ലെങ്കിൽ വന്യജീവി ആക്രമണത്തിൽ ഒരാൾ മരണപ്പെടുകയോ അല്ലെങ്കിൽ ഒരു വ്യക്തിക്ക് അവരുടെ സ്വത്തിനോ അവരുടെ കൃഷിക്ക് നാശം സംഭവിച്ചപ്പോൾ ക്രിയാത്മകമായി ഇടപെട്ടു എന്ന് ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്ന എത്ര ജില്ലാ പ്രസിഡന്റുണ്ട് അവരുടെ ദൈവത്തിൽ? ആത്മാർത്ഥമായി 500 ആളെ സംഘടിപ്പിച്ച് പ്രതിഷേധം നിരന്തരമായി വെച്ച എന്റെ പ്രിയപ്പെട്ട ജില്ലാ പ്രസിഡന്റുമാരെ ഞാൻ അഭിനന്ദിക്കുക. ഈ പ്രവർത്തനങ്ങൾ സജീവമായി മുന്നോട്ട് നമുക്ക് കൊണ്ടുപോകാൻ സാധിച്ചാൽ നമ്മൾ വിജയിച്ചു. രണ്ടാമത് നമ്മുടെ കർഷക സമൂഹം ഏർപ്പെടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് ജപ്തി. ബാങ്കുമായി ബന്ധപ്പെട്ട് കൃഷി ഇറക്കുന്നതിന് വേണ്ടി ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് കടമെടുത്ത് മുന്നോട്ട് പോവാത്ത ഒരു കർഷകനും നമ്മുടെ നാട്ടിലുണ്ടാവുന്നു. അത് സഹകരണ ബാങ്കിൽ നിന്നാവാം, ഷെഡ്യൂൾഡ് ബാങ്കിൽ നിന്നാവാം, പലിശക്കാരിൽ നിന്നാവാം. കടമെടുക്കാതെ ബാങ്ക് വായ്പ എടുക്കാതെ കൃഷി ഇറക്കുവാൻ സാധിക്കുന്ന കൃഷിക്കാരെന്ന് പറയുന്നത് തുലോപുച്ഛമാണ് നമ്മുടെ കൂടെയുള്ളത്. ഈ കൃഷിക്കാരുടെ ബാങ്കുമായി ബന്ധപ്പെട്ട ജപ്തി നടപടികളിൽ ആ ജപ്തികൾ തടയുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഒന്ന് ആശ്വാസമാകുന്നതിന് വേണ്ടി ഒരു ഹൈക്കോടതിയിലോ DRTയിലോ പോയി വാങ്ങിക്കൊടുക്കുന്നതിന് വേണ്ടി ഈ ജപ്തി നോട്ടീസ് ഒന്നിന്റെയും പരിഹാരമല്ല, അവസാനമല്ല, ഇനിയും നിയമവഴിയിലുള്ള പോരാടാനുള്ള സമയമുണ്ട് എന്ന് പറഞ്ഞ് ആ കർഷകരെ ഒന്ന് ധൈര്യപ്പെടുത്തി ഒരു വക്കീലിനെ ഏർപ്പെടുത്തി കൊടുക്കുവാൻ സാധിക്കുന്ന ജില്ലാ പ്രസിഡന്റുമാരാണ് എന്റെ കൂടെ ഉള്ളതെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുക. അങ്ങനെ ചെയ്താൽ ആ കർഷക സമൂഹത്തിന്റെ ആത്മാർത്ഥമായ പിന്തുണ ആർജിക്കാൻ നമുക്ക് സാധിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ആ തരത്തിലേക്ക് മാറുന്ന ജില്ലാ പ്രസിഡന്റുമാരും ജില്ലാ കമ്മിറ്റികളും സംസ്ഥാന ഭാരവാഹികളും സംസ്ഥാന പ്രസിഡന്റുമായി മാറുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കർഷകർ എവിടെ തളർച്ചയുണ്ടോ ആ തളർച്ചയിൽ ആ കർഷകന്റെ കൂടെ കരുതലാവാൻ വേണ്ടി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. കർഷക കോൺഗ്രസിന്റെ എംബ്ലത്തോടൊപ്പം കർഷകനൊപ്പം കരുതലായി എന്ന ആപ്തവാക്യം ഇനി നമ്മൾ സ്വീകരിക്കുകയാണ്. കർഷക കോൺഗ്രസ് എന്ന് എഴുതിയാൽ ഇനി മുതൽ അതിന് താഴെ കർഷകനൊപ്പം കരുതലായി. ആ ആപ്തവാക്യം ഇന്ന് മുതൽ ഈ ക്യാമ്പ് മുതൽ നമ്മൾ സ്വീകരിക്കുകയാണ്. കർഷകനൊപ്പം കരുതലായി എന്ന് പറഞ്ഞാൽ അത് ഒരുപാട് അർത്ഥതലങ്ങളുള്ള ഒരു വാക്കാണ്. വെറുതെ നമുക്ക് പറയാൻ സാധിക്കില്ല. കരുതലായി എന്ന് പറയുമ്പോൾ ആ കരുതൽ എന്ന് പറയുന്ന വാക്കിന്റെ ആഴം എത്രയെന്ന് നമ്മൾ ഓരോരുത്തരും സ്വന്തം മനസ്സിൽ നിന്ന് ചിന്തിച്ചുറപ്പുവരുത്തണം. ഒരു കർഷകന് കരുതലാവാൻ, അവന് താങ്ങാവാൻ, അവന്റെ സങ്കടങ്ങൾ അവൻ പറയാതെ അവന്റെ കണ്ണിൽ നിന്ന് വായിച്ചെടുക്കുവാൻ സാധിക്കുന്ന അത്രയധികം അർത്ഥമുള്ള ആത്മബന്ധമുണ്ടാക്കുന്ന ഒരു വാക്കാണ് ആപ്തവാക്യമായി ഞാൻ സ്വീകരിച്ചിരിക്കുന്നത്. കർഷകനൊപ്പം കരുതലായി. ഇനി കർഷക കോൺഗ്രസ് എന്ന പേര് നോട്ടീസ് അടക്കം ഏത് പോസ്റ്റർ അടക്കം ഏതിലും കർഷക കോൺഗ്രസ് എന്ന് എഴുതിയ അതിന് താഴെ ആ നോട്ടീസുകളാണ് ആ പോസ്റ്ററിന് താഴെ കർഷകനൊപ്പം കരുതലായി എന്ന ആപ്തവാക്യം ഉണ്ടാവണം. നമ്മുടെ നാട്ടിലുള്ള പല കർഷക സംഘടനകളുമുണ്ട്. കിഫയടക്കം, കഴിഞ്ഞ ആഴ്ച രൂപീകൃതമായ ഫാം അടക്കം, ഫാം അടക്കം, മലയോര കർഷക സമിതികളടക്കം, ഹൈവേരി സംരക്ഷണ സമിതി അടക്കം നിരവധിയായ സ്വതന്ത്ര കർഷക സംഘടനകളുണ്ട്. കോൺഗ്രസുകാരായ കർഷകർ പോലും പ്രവർത്തിക്കുന്നത് കർഷക കോൺഗ്രസിനെ നോക്കിയിട്ടല്ല, പകരം മറ്റു പല സ്വതന്ത്ര കർഷക സംഘടനകളുമാണ്. ആ കാര്യത്തിൽ ആർക്കെങ്കിലും തർക്കമുണ്ടോ? മലയോര മേഖലയിലെ അല്ലെങ്കിൽ കേരളത്തിലെ കർഷക സമൂഹം കർഷക കോൺഗ്രസിൽ പ്രവർത്തിക്കുന്നതിൽ കൂടുതൽ ആവേശത്തോടുകൂടി സ്വതന്ത്ര കർഷക സംഘടനകളിൽ പ്രവർത്തിക്കുന്നവരും പങ്കാളികളുമാവുന്നു എന്ന കാര്യത്തിൽ ആർക്കെങ്കിലും തർക്കമുണ്ടോ? അതിനെതിരെ അഭിപ്രായമുള്ള ആരെങ്കിലും ഉണ്ടോ? ഇവിടെ ഉണ്ടെങ്കിൽ പറയാം. കുട്ടനാട്ടിൽ
ചെറുപുഴ കർഷക കോൺഗ്രസ് ആണോ? അവിടുത്തെ സ്വതന്ത്ര കർഷക സംഘടനകളാണോ? സ്വതന്ത്ര കർഷക സംഘടനകളാണ്. കോട്ടയത്ത് ആത്മയടക്കം റബ്ബറിന്റെ മേഖലയിൽ കർഷക കോൺഗ്രസിനേക്കാൾ ഉയരത്തിൽ ഉച്ചത്തിൽ പേര് പറയുന്ന സ്വതന്ത്ര സംഘടനയുണ്ട് അവിടെ. ഹൈറേഞ്ചിൽ, ഇടുക്കിയിൽ, കോഴിക്കോട്, മലപ്പുറം, ഏത് മേഖല എടുത്താൽ പാലക്കാട് നെൽകർഷകരുടെ പ്രവർത്തിക്കുന്ന കർഷക കോൺഗ്രസിന്റെ 10 ഇരട്ടി ശക്തിയുള്ള സ്വതന്ത്ര കർഷക സംഘടനകളുണ്ട്. അതിൽ പ്രവർത്തിക്കുന്നവർ കോൺഗ്രസുകാരല്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കുമോ? കോൺഗ്രസുകാരാണ് പ്രവർത്തിക്കുന്നത്. എന്തുകൊണ്ട്? ശബ്ദമാവാൻ, കരുതലാവാൻ നമുക്ക് കഴിയാത്തത് കൊണ്ടാണ്. ആ ശബ്ദമാവാനും കരുതലാവാനുമാണ് കർഷക കോൺഗ്രസ് ആഗ്രഹിക്കുന്നത്. ആ കരുതലാണ് ഞാൻ നിങ്ങളോട് നേരത്തെ പങ്കുവച്ചത്. ആ രീതിയിലുള്ള മാറ്റം കർഷക കോൺഗ്രസിൽ കൊണ്ടുവന്നാൽ ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഞാൻ ആദ്യമേ പറഞ്ഞ വാക്ക്, ഈ പ്രസ്ഥാനത്തിൽ നിന്ന് ജില്ലാ പഞ്ചായത്ത് മെമ്പർമാരും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരും പഞ്ചായത്ത് മെമ്പർമാരും ഉണ്ടാവും. നമ്മളാരും കഴിവില്ലാത്തവരല്ല. പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ഈ കൂട്ടത്തിലുണ്ട്. ബഹുമാനായ കാസർഗോഡ് ജില്ലാ പ്രസിഡന്റ് ശ്രീ രാജീവ് കട്ടക്കോയ. ഒരു പഞ്ചായത്തിലെ ദീർഘകാലമായി 28 വർഷത്തോളം പഞ്ചായത്ത് മെമ്പർ, ഞാൻ മനസ്സിലാക്കുന്നത് 28 വർഷത്തോളം പഞ്ചായത്ത് മെമ്പറായി, പഞ്ചായത്ത് പ്രസിഡന്റായി പ്രവർത്തിക്കുന്ന കഴിവുള്ളവർ തന്നെയാണ് നമ്മുടെ കൂടെ ഉള്ളത്. റോയി 2000 തൊട്ട് ഈ പറയുന്ന ജില്ലാ പഞ്ചായത്ത്, പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായി പ്രവർത്തിക്കുവാൻ കഴിവുള്ളവർ തന്നെയാണ് എന്റെ മുന്നിലിരിക്കുന്നവർ. എനിക്ക് ഒരു സംശയവുമില്ല കാര്യത്തിൽ. ആ കഴിവുള്ളവർക്ക്, ആ അർഹതയുള്ളവർക്ക് ഈ ഇത് നേടിയെടുത്ത് കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഈ തരത്തിലുള്ള ഒരു സംഘടനാ സംവിധാനം ഉണ്ടാക്കി മുന്നോട്ട് പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മൾ ഒരുമിച്ച് നിന്നാൽ, നമ്മൾ ഒരുമിച്ച് പ്രവർത്തിച്ചാൽ, ഒരേ മനസ്സോടുകൂടി ചിന്തിച്ചാൽ ഇത് നമുക്ക് സ്വായത്തമാക്കാൻ സാധിക്കും. നമ്മുടെ പാർട്ടിയെ സംബന്ധിച്ച് ഒരുപാട് ഗോത്രങ്ങളുണ്ട്, ഒരുപാട് നേതാക്കന്മാരുണ്ട്. ഓരോ നേതാക്കന്മാരുടെയും നോമിനികളായി വന്നവരായി പലരും നമ്മൾ. പക്ഷേ കർഷക കോൺഗ്രസ് പ്രസ്ഥാനത്തിന് ശ്രീമാൻ മരിച്ചുപോയ ഏറ്റവും ബഹുമാനായ ലാൽ വർഗീസ് കൽപ്പവാടി നൽകിയ ഒരു പാഠമുണ്ട്. നമ്മളുടെ ഗ്രൂപ്പ് എന്ന് പറയുന്നത്, നമ്മളുടെ ചേരി എന്ന് പറയുന്നത് കർഷക ചേരിയാണ്. സ്വന്തമായി നമുക്കൊക്കെ പല ആശ്രയങ്ങളും ഉണ്ടാവും. അതൊന്നും വ്യക്തിപരമായി വേണ്ട എന്ന് ഞാൻ പറയുന്നില്ല. അവരവരെ പിന്തുടരുന്ന അതേ ആശയത്തിൽ, അല്ലെ അതേ ഗോഡ്ഫാദർമാരുടെ കൂടെ തന്നെ നിങ്ങൾ നിന്നോളൂ. കർഷക കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിൽ വരുമ്പോ എനിക്ക് പറ്റിയ, എന്റെ ഗോത്രത്തിന് പറ്റിയ, എന്റെ നേതാവിനെ സന്തോഷിപ്പിക്കുന്നതിന് വേണ്ടി അവന്റെ കൂടെ നിൽക്കുന്നവൻ, അവൻ ഉപകാരപ്പെടുന്നവൻ, ആ ഒരു ചിന്ത മാറ്റിവെച്ച് കർഷക കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിൽ നിങ്ങളുടെ ഇടപെടലുകൾ ഉണ്ടാവണമെന്നാണ് ഏറ്റവും താഴ്മയായി കാർക്കശ്യത്തോടുകൂടിയും ഞാൻ ആവശ്യപ്പെടുന്നത്. ഈ ഇരിക്കുന്ന 14 ജില്ലാ പ്രസിഡന്റുമാരും അവനവന് താല്പര്യമുള്ള, അവനവന്റെ നേതാക്കന്മാർക്ക് താല്പര്യമുള്ള കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ സ്ഥാനമാനങ്ങൾ ലഭിക്കാതെ വരുമ്പോൾ പകരം വിടുന്ന ലാവണമായി മാറുന്ന ഒരവസ്ഥയിലേക്ക് കർഷക കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തെ മാറ്റുന്നതിന് വേണ്ടി ദയവ് ചെയ്ത് നിങ്ങൾ ഇടപെടരുത്. ആ സമയത്ത് പറയുവാനുള്ള ആർജവം നിങ്ങൾക്കുണ്ടാവണം. നമ്മളാരും പറ്റിക്കണ്ട, ഒരാളെയും കണക്കണ്ട. അതിന് ഏറ്റവും മനോഹരമായ രീതിയിൽ ഞാനൊരു സംവിധാനം ആവിഷ്കരിച്ചിട്ടുണ്ട്. നമ്മളുടെ കമ്മിറ്റികളെല്ലാം ഇനി വിളകളുടെ അടിസ്ഥാനത്തിലായിരിക്കും, ക്രോപ്പ് ബേസ്ഡ് കമ്മിറ്റികളായിരിക്കും നമ്മൾ ഇനി സംഘടിപ്പിക്കുവാൻ പോകുന്നത്. റബ്ബറിന്റെ ഒരു കമ്മിറ്റി ഉണ്ടാവും. സംസ്ഥാന തലത്തിൽ റബ്ബറിന്റെ കമ്മിറ്റിയിൽ നിന്ന് സംസ്ഥാന ഭാരവാഹികൾ വരും. ജില്ലയിൽ ആ കമ്മിറ്റിയിൽ നിന്ന് ജില്ലാ ഭാരവാഹികൾ വരും. നിയോജക മണ്ഡലത്തിൽ ആ കമ്മിറ്റിയിൽ നിന്ന് നിയോജക മണ്ഡലം ഭാരവാഹികൾ വരും. മണ്ഡലത്തിൽ ആ കമ്മിറ്റിയിൽ നിന്ന് മണ്ഡലം ഭാരവാഹികൾ വരും. ഒരു മണ്ഡലം കമ്മിറ്റിയിൽ കോട്ടയത്തെടുത്താൽ ഒരു മണ്ഡലം കമ്മിറ്റിയിൽ ആ മേഖലയിൽ റബ്ബർ ഉണ്ടെങ്കിൽ റബ്ബർ കർഷകർ, നിർബന്ധമായും റബ്ബർ കൃഷിയുള്ളവർ തന്നെ ആ റബ്ബറിന്റെ വിഷയങ്ങൾ പറയുവാനും എന്താണ് ആ കാലഘട്ടത്തിൽ റബ്ബർ മേഖല അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് എന്ന് പറയാനും സംസാരിക്കാനും ശേഷിയുള്ളവനായിരിക്കണം ആ മണ്ഡലം കമ്മിറ്റിയിൽ ഉണ്ടാവേണ്ടത്, ആ നിയോജക മണ്ഡലം കമ്മിറ്റിയിൽ ഉണ്ടാവേണ്ടത്, ആ ജില്ലാ കമ്മിറ്റിയിൽ ഉണ്ടാവേണ്ടത്. സംസ്ഥാന കമ്മിറ്റിയിൽ വരുന്ന വ്യക്തിക്ക് റബ്ബർ എന്ന വിഷയത്തെ പറ്റി പൂർണ്ണമായി ആധികാരികതയോടുകൂടി സംസാരിക്കാനുള്ള ശേഷി ഉണ്ടാവണം. നെല്ലിന്റെ മേഖല
പാലക്കാട്, കുട്ടനാട്, കോട്ടയം അടക്കം കേരളത്തിന്റെ മുഴുവൻ ഭാഗങ്ങളും നെല്ലുണ്ട്. വലിയ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന നെൽകർഷകരുണ്ട്. അവരുടെ പാടശേഖര കൂടെ നിർത്താൻ പറ്റിയ നെല്ലിന്റെ വിശുദ്ധികാര്യമായി എന്ത് ഇടപെടൽ നടത്തണമെന്ന് ഈ സംസ്ഥാന കമ്മിറ്റിക്ക് പറഞ്ഞു തരാൻ ശേഷിയുള്ള, ഈ പ്രശ്നത്തിന് ഇന്ന പരിഹാരമുണ്ട് എന്ന് നിർദ്ദേശിക്കാൻ സാധിക്കുന്ന പാടമുള്ള നെല്ല് വിതച്ച് കൊയ്ത്ത് നടത്തുന്നവൻ ഈ കമ്മിറ്റികളിൽ ഉണ്ടാവണം. അവന് നെൽ കർഷകന്റെ വികാരമെന്ന് അവന് മനസ്സിലാക്കാൻ സാധിക്കും. നെൽ കർഷകന് വേണ്ടി ഏത് സമയത്ത് എവിടെ ഇടപെടൽ നടത്തണമെന്ന് പറയാൻ അവന് സാധിക്കും. അങ്ങനെയുള്ളവരുള്ള കമ്മിറ്റിയായി മാറുമ്പോൾ സമയബന്ധിതമായി ആ പ്രശ്നങ്ങളിൽ താഴെത്തട്ട് തൊട്ട് മേലെത്തട്ട് വരെ ഒരുമിച്ച് പ്രവർത്തിക്കുവാൻ, ഒരുമിച്ച് വർഷങ്ങളിൽ ഇടപെടുവാൻ നമുക്ക് സാധിക്കും. അതുപോലെ ക്ഷീര കർഷകർ 14 ജില്ലയിലും എല്ലാ മണ്ഡലങ്ങളിലും കർഷകരാണ് ക്ഷീരകർഷകർ. ക്ഷീരകർഷക തൊഴിലാളികൾ INTUCയുടെ ബാനറിൽ ക്ഷീരകർഷക തൊഴിലാളികളുണ്ട്. ക്ഷീരകർഷകരെ കർഷക കോൺഗ്രസ് ചേർത്ത് പിടിക്കുകയാണ്. കർഷക കോൺഗ്രസിന്റെ കൂടെയായി ക്ഷീരകർഷകർ സംസ്ഥാനത്തുള്ള മുഴുവൻ, എറണാകുളം മേഖല യൂണിയൻ നമ്മൾ പിടിച്ചു, മലബാർ മേഖല നമ്മുടെ ഇന്ന് പോയി. എന്തുകൊണ്ടാണ് പോയത്? ആരൊക്കെയാണ് കർഷകർ പാലളക്കുന്നതെന്നും ആ പാലളന്ന ആ സൊസൈറ്റികളുടെ പ്രസിഡന്റുമാരായി വരുന്നത് ആര് എന്ന് തിരിച്ചറിയാൻ നമ്മുടെ മാതൃപ്രസ്ഥാനത്തിന് കഴിയാതെ പോയത് കൊണ്ടാണ് വളരെ കാലം നമ്മൾ കൈവശം സൂക്ഷിച്ചിരുന്ന ഭീമയുടെ മലബാർ യൂണിയൻ നമ്മുടെ നഷ്ടപ്പെട്ടത്. അത് തിരിച്ചു പിടിക്കണമെങ്കിൽ ആ പാലളക്കുന്ന കർഷകരെ നമ്മുടെ കൂടെ ചേർത്ത് പിടിച്ച് ഓരോ KSSഉം ഓരോ പാൽ സൊസൈറ്റിയും നമ്മുടെ കൈകളിൽ എത്തിക്കാൻ നമുക്ക് പറ്റിയാൽ ഈ യൂണിയൻ നമുക്ക് തിരിച്ചു പിടിക്കുവാൻ പറ്റും. ക്ഷീരകർഷകർ അനുഭവിക്കുന്ന വലിയ ബുദ്ധിമുട്ടുകളുണ്ട്. കാലിത്തീറ്റയുടെ വിലവർദ്ധനമാണ്. അത് എങ്ങനെ പരിഹരിക്കാം? ഞാൻ കഴിഞ്ഞ ദിവസം മിൽമയുടെ ഒരു പ്ലാന്റിന്റെ ഉദ്ഘാടനത്തിന് വികസന മന്ത്രി ചിഞ്ചറാണി അടക്കമുള്ള ഒരു പരിപാടിയിൽ, മലപ്പുറത്ത് വെച്ച് നടന്ന പരിപാടിയിൽ ഒരു പ്രബന്ധം അവതരിപ്പിക്കുന്നതിന് വേണ്ടി ഞാൻ ആ പ്രബന്ധത്തിൽ അടിവരയിട്ട് ഞാൻ പറഞ്ഞു, ക്ഷീരകർഷകർ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, ഈ പ്രശ്നങ്ങൾക്ക് ഇനിയുന്ന രീതിയിലുള്ള പരിപാടികൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം, ഈ രീതിയിലുള്ള ഇടപെടലുകൾ നടത്തിയാൽ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. ഇപ്പൊ ചിഞ്ചറാണിയോട് ഞാൻ പറഞ്ഞു, ക്ഷീരകർഷകർ കഴിഞ്ഞ ഞാൻ ഓർമ്മ വെച്ച നാൾ തൊട്ട് ഞാൻ കേൾക്കുന്നതാണ്, അത്യുൽപാദന ശേഷിയുള്ള ഇനങ്ങളെ പുറത്തുനിന്ന് സ്വിറ്റ്സർലൻഡിൽ നിന്നുമുള്ള എക്സോട്ടിക് സെമൺ കൊണ്ടുവന്ന് കാലികളുടെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനെ സംബന്ധിച്ച് എനിക്ക് ഓർമ്മ വെച്ച കാലത്ത് ഞാനൊരു 5ാം ക്ലാസ്സിലാണ് ഞാൻ പശുവിനെ വളർത്തിക്കൊണ്ടിരുന്ന വീട്ടിൽ നിന്ന് വന്നതാണ്. 5ാം ക്ലാസ്സിലോ 6ാം ക്ലാസ്സിലോ ഞാൻ പഠിക്കുന്ന കാലത്ത് എനിക്ക് ഓർമ്മയുണ്ട്, അന്ന് സ്വിറ്റ്സർലൻഡിൽ നിന്ന് സ്വിസ് ബ്രൗൺ എന്ന് പറയുന്ന ഒരു അത്യുൽപാദന ശേഷിയുള്ള ഒരു ഇനത്തിന്റെ ബീജമൊക്കെ കേരളത്തിലേക്ക് കൊണ്ടുവന്ന് ഇവിടെയുള്ള മൃഗാശുപത്രികൾ വഴി കുത്തിവയ്പ് നടത്തുന്നത്. നാളിതുവരെയായി കേരളത്തിലെ പശുവിന്റെ ശരാശരി പാലുൽപാദനം എന്ന് പറയുന്നത് 8.6 ലിറ്ററാണ്. 15 ലിറ്റർ ആവറേജ്, 15 ലിറ്റർ ശരാശരി 15 ലിറ്റർ പാലുൽപാദന ശേഷിയുള്ള പശുവിനെ വളർത്തിയെങ്കിൽ മാത്രമേ ആ മേഖല നിലനിൽക്കുകയുള്ളൂ. കൊടുക്കുന്ന കാലിത്തീറ്റയ്ക്ക് അനുസൃതമായി, കാലിത്തീറ്റയുടെ വിലയ്ക്ക് അനുസൃതമായി തിരിച്ച് പാല് ലഭിച്ചെങ്കിലല്ലേ നമുക്ക് നമ്മുടെ അധ്വാനത്തിന് കൂലി ഉണ്ടാവുള്ളൂ. അപ്പൊ ഞാൻ ചിഞ്ചുറാണിയോട് ഞാൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് മിനിസ്റ്ററെ നമ്മൾ ഇത്രയും കാലമായ ഇടപെടലുകൾ നടത്തിയിട്ട് അത്യുൽപാദന ശേഷിയുള്ള കാലികളെ ഉണ്ടാക്കുവാൻ എന്തുകൊണ്ട് നമുക്ക് സാധിച്ചില്ല എന്ന്? മന്ത്രിക്ക് പെട്ടെന്ന് അതിന് ഉത്തരം പറയാൻ സാധിച്ചില്ല. അപ്പൊ ഞാൻ മന്ത്രിയോട് തിരിച്ചു പറഞ്ഞു, കന്നുകുട്ടി പരിപാലനത്തിൽ വരുന്ന അപാകതയാണ് അത്യുൽപാദന ശേഷിയുള്ള ഈ എക്സോട്ടിക് സെമണുകൾ കേരളത്തിൽ കൊണ്ടുവന്ന് ഇത്രയും കാലം പരീക്ഷണം നടത്തിയിട്ടും ഈ 15 ലിറ്റർ ആവറേജ് പാലുള്ള പശുവിനെ നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കുവാൻ സാധിക്കാത്തതിന്റെ ഏറ്റവും മർമ്മപ്രധാനമായ കാരണം എന്ന് പറയുന്നത് കന്നുകുട്ടി പരിപാലനത്തിൽ വളർത്തുന്ന വലിയ വീഴ്ചയാണ്. നമ്മൾ പാവപ്പെട്ട കർഷകരാണ്. നമ്മളെ സംബന്ധിച്ച് അതിനെ പിടിക്കെടുത്ത് കിട്ടുന്ന പരമാവധി പാല് സൊസൈറ്റിയിൽ കൊണ്ട് കൊടുത്ത് പണം വാങ്ങിയെങ്കിൽ മാത്രമേ നമുക്ക് അതിന്റെ കാലിത്തീറ്റയുടെ പൈസ അടയ്ക്കാൻ പറ്റുള്ളൂ, നമ്മുടെ കുട്ടികളുടെ പഠനം നടത്താൻ സാധിക്കുകയുള്ളൂ, നമ്മുടെ ജീവിത ചെലവ് നടത്താൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ കൊടുക്കുന്ന പശുക്കുട്ടിക്ക്, നമ്മൾ കൊടുക്കുന്ന കന്നുകുട്ടിക്ക് നമ്മൾ കൊടുക്കുന്ന പാലിന്റെ അളവ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അതുപോലെ തന്നെ നമ്മൾ അറിയാതെ നമ്മൾ കൊടുക്കുന്ന കാലിത്തീറ്റ എന്ന് പറയുന്നത് യൂറിയ അടങ്ങിയ കാലിത്തീറ്റയാണ് ഈ കന്നുകുട്ടിക്ക് നമ്മൾ എടുത്തു കൊടുക്കുന്നത്. പശുവിന്റെ അയവിറക്കലിനെ പറ്റി ദഹന വ്യവസ്ഥയെ പറ്റി നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ.
പശുക്കുട്ടിയുടെ കന്നുകുട്ടിയുടെ എന്റെ മുന്നിൽ ഡോക്ടറേറ്റ് കന്നുകുട്ടിയുടെ ദഹന വ്യവസ്ഥയിൽ ഈ യൂറിയെ ദഹിപ്പിക്കുവാനുള്ള ശേഷി അതിന് കൈവന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിന്റെ വളർച്ചയുടെ ഘട്ടത്തിൽ അത് ക്രമാതീതമായി താഴോട്ട് പോകും. അതിനെ വളർത്തേണ്ട രീതിയിൽ വളർത്തിയെടുക്കുമെങ്കിൽ മാത്രമേ ആ ഉദ്ദേശ ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. കേരളത്തിലെ കർഷക സമൂഹത്തിന് അതിന് പ്രാപ്തരാക്കേണ്ട ചുമതല എന്ന് പറയുന്നത് ഈ ക്ഷീരവികസന വകുപ്പിനും ഈ സർക്കാരിനും ഉണ്ട് എങ്കിൽ അവർ പറഞ്ഞു കൊടുക്കണം. അതേപോലെ കന്നുകുട്ടി ഫീഡ് കർഷകർക്ക് ലഭ്യമാക്കുന്നതിന് വേണ്ടിയ സൗകര്യം ചെയ്തു കൊടുക്കാൻ ഇവർക്ക് സാധിക്കണം. ഞാൻ മിനിസ്റ്റർ പറഞ്ഞു 2 വർഷമായി കന്നുകുട്ടി പരിപാലനത്തിനുള്ള കാലിത്തീറ്റ നിങ്ങൾ വിതരണം ചെയ്തിട്ട് മിനിസ്റ്റർക്ക് ദേഷ്യം വന്നു. മിനിസ്റ്റർ നിങ്ങൾ പറയുന്നത് ഒന്നും ശരിയല്ല, ഞങ്ങൾ വിതരണം ചെയ്യുന്നുണ്ട്. കേരളത്തിൽ 35 ലിറ്റർ കിട്ടുന്ന പാല് കിട്ടുന്ന പശുവുണ്ട് നാട്ടിൽ. ഞാൻ പറഞ്ഞു ഉണ്ടാവും മിനിസ്റ്ററെ, പക്ഷേ ആവറേജ് എത്രയാണ്? എനിക്ക് മുമ്പ് സംസാരിച്ചപ്പോൾ മിനിസ്റ്റർ വായിൽ നിന്ന് തന്നെ മിനിസ്റ്റർ പറഞ്ഞു 8.6 ലിറ്ററാണ് കേരളത്തിന്റെ ശരാശരി പാലുൽപാദനം എന്ന്. ആ ഒറ്റ വാക്കിൽ പിടിച്ച് ഞാൻ മിനിസ്റ്ററോട് ഞാൻ പറഞ്ഞു, തർക്കിക്കാൻ വയ്യാതെ അവസാനം മിനിസ്റ്റർ പൊട്ടിത്തെറിച്ച് എന്നോട് പിണങ്ങിയാണ് പോയത്. അപ്പൊ ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ അത് കർഷക സമൂഹത്തിന്റെ കാര്യം വളർത്തുന്ന കർഷക സമൂഹത്തോട് പറയാനും ഈ മേഖലയിൽ തിരുത്തലുകൾ വരുത്തണമെന്ന് പറഞ്ഞ് അത് ചെയ്യിപ്പിക്കുന്ന ചാലക ശക്തിയായി മാറാൻ നമുക്ക് സാധിച്ചാൽ, ആ പ്രസ്ഥാനത്തെ വളർത്താൻ നമുക്ക് സാധിച്ചാൽ കർഷക കോൺഗ്രസ് പ്രസ്ഥാനം നമ്മൾ ഉദ്ദേശിക്കുന്നതിന്റെ 10 ഇരട്ടി തലപ്പത്തെത്തുന്ന കാര്യത്തിൽ എനിക്ക് തർക്കമില്ല, നിങ്ങൾക്ക് തർക്കമുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാർഷിക മേഖലയിൽ ഇടപെടലുകൾ ഞാൻ ഉദ്ദേശിക്കുന്നത് അടിത്തട്ട് തൊട്ട് അടിസ്ഥാന പ്രശ്നങ്ങൾ തൊട്ട് ഇടപെടാനുള്ള ശേഷിയുള്ളവരായി നമ്മൾ മാറണം. കർഷക കോൺഗ്രസിന്റെ പ്രവർത്തകർ എന്ന് പറയുന്നവൻ, കർഷക കോൺഗ്രസിന്റെ നേതാവ് എന്ന് പറയുന്നവൻ, അവന് കൃഷി ഏത് മേഖലയിലാണ് കൃഷി മേഖലയുടെ ഭാവി മനസ്സിലാക്കി പ്രവർത്തിക്കുന്നവനായി നമ്മൾ മാറിയാൽ ഈ കർഷക സമൂഹത്തെ മറ്റൊരു സ്വതന്ത്ര കർഷക സമൂഹത്തോടൊപ്പം പോവാതെ കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ പോഷക സംഘടനയായ കർഷക കോൺഗ്രസ് ആക്കി മാറ്റാൻ നമുക്ക് സാധിക്കും. അതിൽ നമ്മൾ വിജയിച്ച, ഞാൻ ആദ്യം പറഞ്ഞ ഈ കർഷക സമൂഹത്തിന്റെ ശബ്ദമായി, ഈ കർഷക സമൂഹത്തിന് കരുതലായി നിൽക്കുന്നവരായി നമ്മൾ മാറിയ എന്നെയും നിങ്ങളെയും നമ്മൾ ഇരിക്കുന്നിടത്ത് വന്ന് പഞ്ചായത്ത് മെമ്പർമാരും ജില്ലാ പഞ്ചായത്ത് മെമ്പറും ആക്കുവാൻ വേണ്ടി നമ്മുടെ മാതൃപ്രസ്ഥാനം തേടി വരുന്ന കാര്യത്തിൽ തർക്കം വേണ്ട. അതിനുള്ള കരുത്ത് നേടുന്നതിന് വേണ്ടി, അതിനുള്ള ആർജവം നേടുന്നതിന് വേണ്ടി കരുത്തുള്ള ഒരു പ്രസ്ഥാനമാക്കി മാറ്റി ഞാൻ കർഷകരിലൂടെ ഈ കർഷക സമൂഹവും നമ്മുടെ മാതൃപ്രസ്ഥാനവും രക്ഷപ്പെടുത്തുന്നല്ല ഉറച്ച ഗുണപ്പെടുത്തിക്ക് വേണ്ടിയാണ് ഇതുപോലൊരു ക്യാമ്പുമായി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. വാക്കുകളിലല്ല, പ്രവർത്തിയിൽ വിശ്വസിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. 19 മാസം കോഴിക്കോട് ജില്ലയുടെ കർഷക പ്രസ്ഥാനത്തിന്റെ അമരത്തിരുന്നുകൊണ്ട് ഞാൻ ചോദിച്ച 10% കാര്യങ്ങൾ മാത്രമാണ് ഞാൻ അന്ന് അവിടെ പ്രാവർത്തികമാക്കാൻ എനിക്ക് സാധിച്ചത്. ആ 10% പ്രാവർത്തികമാക്കുവാൻ എനിക്ക് സാധിച്ചപ്പോൾ എന്റെ ശബ്ദത്തിന്റെ ഗാംഭീര്യത തിരിച്ചറിയുന്നുണ്ട് എന്ന് ബോധ്യം എനിക്ക് വന്നതുകൊണ്ടാണ് ഈ ഒരു രീതിയിലേക്ക് നിങ്ങൾ ഓരോരുത്തരുടെയും പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുവരണമെന്ന് സ്നേഹപൂർവ്വം ആവശ്യപ്പെടാനുള്ള ധൈര്യം എനിക്കുണ്ടായത്. അപ്പോൾ പുതിയൊരു ലക്ഷ്യത്തോടുകൂടി എന്താണ് കർഷകൻ, അവന്റെ മനസ്സെന്താണ്, എവിടെയാണ് അവന്റെ കവർച്ച, അത് മനസ്സിലാക്കി അവിടെ തൊട്ടറിയുക എന്ന ലക്ഷ്യമാണ് നമ്മളിൽ, ആ കർത്തവ്യമാണ് നമ്മളിൽ നിശ്ചിതമായിരിക്കുന്നത്. അതിനുവേണ്ടി നിങ്ങൾ ഓരോരുത്തരെയും പ്രാപ്തരാക്കുക, ഓരോരുത്തരെയും പ്രാപ്തരാക്കുക. അടുത്ത തലത്തിൽ നമ്മൾ ഇതേപോലെ ജില്ലാ പ്രസിഡന്റുമാർ കഴിഞ്ഞാൽ ഈ സംഘടനയുടെ നട്ടെല്ല് എന്ന് പറയുന്നത് നിയോജക മണ്ഡലം പ്രസിഡന്റുമാർ തന്നെയാണ്. എന്നിട്ട് പല ജില്ലാ പ്രസിഡന്റുമാരും പറഞ്ഞു നിയോജക മണ്ഡലത്തിനെ ഒന്ന് വിഭജിക്കണം, പാർട്ടി പോലെ തന്നെ നമുക്ക് ബ്ലോക്കുകളാക്കി മാറ്റണമെന്ന്. പക്ഷെ അത് നമുക്ക് സംഘടനാപരമായി നമുക്ക് ഒറ്റയടിക്ക് തീരുമാനിക്കാൻ പറ്റിയ കാര്യമല്ല. പക്ഷെ നമ്മൾ ഈ ഫെബ്രുവരി 10 മുമ്പ് മുഴുവൻ നിയോജക മണ്ഡലം കമ്മിറ്റികളും പൂർത്തീകരിക്കണം. നിയോജക മണ്ഡലം പ്രസിഡന്റ് അല്ല, നിയോജക മണ്ഡലത്തിന് ഞാൻ ഈ പറഞ്ഞ തരത്തിൽ വിളകളിൽ നിന്നുള്ള പ്രതിനിധികൾ ഉൾപ്പെടെ ഫെബ്രുവരി 10 എന്ന ലാസ്റ്റ് കട്ട് ഓഫ് ഡേറ്റ് ആണ്. ഈ 10-ാം തീയതിക്ക് മുമ്പ് നിയോജക മണ്ഡലം പ്രസിഡന്റും കമ്മിറ്റിയും ഇല്ലാത്ത മുഴുവൻ സംസ്ഥാനത്തെ മുഴുവൻ നിയോജക മണ്ഡലങ്ങളും കമ്മിറ്റികൾ രൂപീകരിക്കണം. അത് ഇനി ഡേറ്റ് മാറുന്ന അവസ്ഥയില്ല. ഇത് കഴിഞ്ഞാൽ അടുത്തൊരു സെഷനിൽ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത് ഈ സംഘടനാ പ്രവർത്തനത്തിന്റെ റിപ്പോർട്ടിങ്ങിനെ പറ്റി ചോദിച്ചു. റിപ്പോർട്ടിങ്ങിനെ നിങ്ങൾക്ക് പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഓരോ വ്യക്തിയും ഇൻഡിവിജ്വലായും കമ്മിറ്റിയും
ഓരോ മാസവും നിങ്ങളുടെ സംഘടനാ പ്രവർത്തനത്തിന്റെ റിപ്പോർട്ട് കർഷക കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റിക്ക് നൽകണം. ഞാൻ ഓരോ മാസവും 15-ാം തീയതിക്കുള്ളിൽ, 12-ാം തീയതിയാണ് എന്റെ ഡേറ്റ്, 15-ാം തീയതി വരെ ഞാൻ വീട്ടിൽ ചോദിച്ചിട്ടുണ്ട്. 15-ാം തീയതിക്കുള്ളിൽ എന്റെ ദേശീയ കമ്മിറ്റിക്ക് ഞാൻ ഈ റിപ്പോർട്ട് കൊടുക്കണം. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 9-ാം തീയതി ഇതിനു വേണ്ടിയുള്ള ക്യാമ്പ് നിങ്ങളെ ഞാൻ വിളിച്ചത് കുട്ടി പോലെ ദേശീയ ക്യാമ്പ് ബാംഗ്ലൂർ വെച്ച് വിളിച്ചതായിരുന്നു. പക്ഷെ അന്നെല്ലാം സ്ഥാനാരോഹണമായതുകൊണ്ട് എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചില്ല. ഇന്നലെ വൈകുന്നേരവും ഈ കേരളത്തിന്റെ ഇത് മുഴുവൻ ചുമതലയുള്ള ഈ സംഘടനാ റിപ്പോർട്ടിംഗ് ഉത്തരവാദിത്തമുള്ള അഖിലേഷ് ശുക്ല ഇന്നലെ വൈകുന്നേരവും എന്നോട് വിളിച്ചിരുന്നു. മാജുശ്രീ, ഒരു വ്യത്യാസവുമില്ല, ഈ റിപ്പോർട്ടിംഗ് സിസ്റ്റം നമ്മൾ നടപ്പാക്കുകയാണ്, അത് നിർബന്ധമായി കിട്ടണമെന്നാണ് പറഞ്ഞത്. അതുപോലെ ദേശീയ കമ്മിറ്റി മെമ്പർഷിപ്പിന് വേണ്ടി ആപ്പ് രൂപീകരിച്ചു വരുന്നുണ്ട്. അപ്പൊ അതിനൊക്കെ ഞാൻ ചില തടസ്സങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എനിക്ക് നിങ്ങളിലേക്ക് ആപ്പിന്റെ കാര്യം ഒന്നും ഞാൻ പറയുന്നില്ല. ദേശീയ തലത്തിൽ ഈ സംഘടന കർഷക സമരം ഉൾപ്പെടെ വരുന്ന സമയത്ത് ബഹുമാനികളായ രാഹുൽ ഗാന്ധിയുടെയും മല്ലികാർജുന ഖാർഗെയുടെയും അഭിപ്രായ പ്രകാരം കർഷക സമരങ്ങൾ പഞ്ചാബിൽ അടക്കം നടത്തി അത് ഈ സർക്കാരിനെതിരെ ഒരു ശബ്ദമാകുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദേശീയ തലത്തിൽ തന്നെ ഈ കർഷക കോൺഗ്രസിന് പുതിയ ഒരു ഊടുംപാവവും നൽകുവാൻ അവർ തീരുമാനിച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായാണ് കർഷക കോൺഗ്രസിന്റെ ദേശീയ കമ്മിറ്റി കഴിഞ്ഞ മാസം പുനഃസംഘടിപ്പിച്ചത്. കേരളത്തിന്റെ ചുമതലയുള്ള പുതിയ 2 വ്യക്തികളെ നമുക്ക് തന്നിട്ടുണ്ട്. അവർ പങ്കെടുക്കുന്ന മീറ്റിംഗ് അധികം താമസിക്കാതെ ഞാൻ വിളിച്ചു ചേർക്കുന്നതാണ്. ഒരു നമ്മളുടെ സംസ്ഥാന കമ്മിറ്റി വെറുതെ ഒരു ദിവസം രാവിലെ വിളിച്ച് ഉച്ചയ്ക്ക് 2 മണിക്ക് അവസാനിപ്പിച്ചാൽ വരുന്നവർക്കൊന്ന് പരിചയപ്പെടുത്താനുള്ള സമയം പോലും കിട്ടില്ല എന്ന ബോധ്യമുള്ളത് കൊണ്ട് തലസ്ഥാനത്ത് ഒരു വലിയ പരിപാടിയോടുകൂടി അതിന്റെ തലേ ദിവസം ഒരു ദിവസമോ 1.5 ദിവസമോ നീണ്ടു നിൽക്കുന്ന കമ്മിറ്റിയായി മാത്രമേ വിളിക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് സംസ്ഥാന കമ്മിറ്റി എന്ന ആശയത്തിൽ നിന്ന് ഞാൻ തൽക്കാലം പുറകോട്ട് പോകുന്നത്. നമ്മൾ പൂർണ്ണമായും പുനഃസംഘടിക്കപ്പെടും. ഏകദേശം ഏപ്രിൽ മാസത്തോടുകൂടി നമ്മുടെ പുനഃസംഘടന പൂർത്തീകരിക്കണമെന്നാണ് എനിക്ക് മുകളിൽ നിന്ന് കിട്ടിയ നിർദ്ദേശം. പക്ഷേ നിലമ്പൂർ ബൈ ഇലക്ഷൻ വരുന്നതുകൊണ്ട് ഏത് രീതിയിൽ അതിനെ ആ സമയത്ത് സാധിക്കുമോ എന്ന കാര്യത്തിൽ എനിക്ക് ചെറിയൊരു ആശങ്കയുണ്ട്. അതിന്റെ വഴിക്ക് നടന്നോട്ടെ. പക്ഷേ അടിസ്ഥാനപരമായി മണ്ഡലം, നിയോജക മണ്ഡലം തലത്തിൽ ജില്ലാ കമ്മിറ്റി അടിസ്ഥാനപരമായി നമ്മൾ പുനഃസംഘടിപ്പിക്കാൻ തീരുമാനിച്ചു. അതിന്റെ മാനദണ്ഡം എന്ന് പറയുന്നത് ക്രോപ്പ് ബേസ് മാത്രമാണ്. മണ്ഡലം കമ്മിറ്റികളിൽ ഇതേപോലെ റബ്ബർ, നാളികേരം, നെല്ല്, കാപ്പി, ഇടുക്കി അടക്കമുള്ള മേഖലയാണെങ്കിൽ ഏലം, സ്പൈസസ്, കവുങ്ങ്, ക്ഷീര കർഷകർ, പോൾട്രി, ഞാൻ അതിൽ വ്യക്തമായ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. പോൾട്രി, നാളികേരം പറഞ്ഞു, താറാവ്, തേയില, ചെറുകിട കർഷകർ, എസ്റ്റേറ്റുകളല്ല, തേയില അടക്കമുള്ള ഏകദേശം 22ഓളം, അത് എല്ലാ ജില്ലയിലും കോമൺ ആയിട്ട്. ബഹുമാനായ രാജു പി നായർ അദ്ദേഹം എത്തിയിട്ടുണ്ട്. സംഘടനാ ചുമതലയെ പറ്റി നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തലുകൾ നൽകുന്നതിന് വേണ്ടി KPCCയുടെ മീഡിയ സെൽ, അതുപോലെ തന്നെ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്ന് ദൃശ്യ മാധ്യമങ്ങളിൽ വലിയ ശബ്ദമായി മാറിക്കൊണ്ടിരിക്കുന്ന പ്രിയങ്കരനായ രാജു പി നായരെ ഞാൻ നിങ്ങൾക്ക് ഓരോരുത്തരുടെയും പേരിൽ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അപ്പൊ ഞാൻ ചുരുക്കുകയാണ്. രാജുജിയുടെ എത്തിയിട്ടുണ്ട്. നമ്മൾ ഉദ്ദേശിക്കുന്നത് ബാക്കിയുണ്ട് അടുത്ത സെക്ഷൻ, ഇതിന്റെ ബാക്കിയുള്ള മുന്നോട്ട് പോകാൻ എങ്ങനെയാണെന്ന് അടുത്ത സെഷനിൽ ഞാൻ നിങ്ങളോട് പറയും. ലയണലിന്റെ ക്ലാസ്സിന് ശേഷം ഒരു 20 മിനിറ്റ് കൂടി ഞാൻ ഈ അടുത്ത് വരുന്ന 3 മാസക്കാലത്തെ പ്രവർത്തനങ്ങൾ എങ്ങനെയെന്നുള്ളത് ഞാൻ നിങ്ങളുടെ മുന്നിൽ വിശദീകരിക്കും. അതിന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ വരുന്ന ഒരു ചർച്ച ഉണ്ടാവും. അതിനുശേഷമേ നമ്മൾ പിരിയുകയുള്ളൂ. അപ്പൊ എല്ലാവരും ക്ഷീണമൊക്കെ ഉള്ളവരാണ്. വളരെ മനോഹരമായി കഴിഞ്ഞ വയനാട് ഇലക്ഷന്റെ കാലത്ത് രാഹുൽ ഗാന്ധിക്ക് വേണ്ടി കുടുംബയോഗങ്ങളിൽ ഒരുപാട് കുടുംബയോഗങ്ങളിൽ സംസാരിച്ച് കേട്ടപ്പോൾ, അല്ലെങ്കിൽ ആ പറഞ്ഞവർ കേട്ട അറിവ് വെച്ച് രാജുജിയുടെ ക്ലാസിനെ പറ്റി എനിക്ക് വളരെ നന്നായി അറിയാം. അതുകൊണ്ടാണ് ഈ ഒരു പരിപാടി ഞാൻ ആദ്യം തന്നെ രാജു പി നായരെ ലഭിക്കുമോ എന്ന് നോക്കിയത്. വളരെ മുതൽക്കൂട്ടാവുന്ന ഒരു സെഷൻ ആയിരിക്കും രാജുജിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുക, യാതൊരു സംശയവുമില്ല. ഒരിക്കൽ കൂടി നിങ്ങളെ അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. ഈ സ്കൂളുകളിലൊക്കെ ഒരു പിരീഡ് കഴിഞ്ഞ് അടുത്ത പിരീഡിൽ ടീച്ചർമാർ വരുമ്പോ ഒന്ന് ഉഷാറാക്കാൻ വേണ്ടി ഒന്ന് എഴുന്നേൽപ്പിച്ചു നിർത്തും. അതുപോലെ ഇതൊരു ക്യാമ്പിന്റെ സ്വഭാവമായതുകൊണ്ട് തന്നെ ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ ദീർഘദൂരം യാത്രയൊക്കെ ചെയ്ത് വന്നവരായതുകൊണ്ട് തന്നെ ഒന്ന് എഴുന്നേറ്റ് നിന്ന് ഒന്ന് ഹായ് പറഞ്ഞ് ഒരു വെൽക്കം അദ്ദേഹത്തിന് നൽകിക്കൊണ്ട് കൈയടിച്ച് വെൽക്കം ചെയ്തുകൊണ്ട് നമുക്ക്
മുളന്തുരുത്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയായിരുന്നു അദ്ദേഹത്തെ നിങ്ങളുമായി സംസാരിക്കുന്നതിന് വേണ്ടി, അദ്ദേഹത്തിന്റെ അറിവുകൾ നിങ്ങളിലേക്ക് പങ്കുവയ്ക്കുന്നതിന് വേണ്ടി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ ഏവർക്കും നന്ദി, നമസ്കാരം.